لله رب العالمين والصلاة والسلام على سيدنا محمد خاتم النبيين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അത്യധികം ആദരണീയരായ സഹോദരിമാർ, അല്ലാഹു നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ പാരത്രിക ലോകത്ത് ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശിഷ്ടമായ മാസം, അവസാനത്തെ 10 ഇത്ഖും മിനന്നാർ, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന 10, റഹ്മത്തിന്റെ 10, മഗ്ഫിറത്തിന്റെ 10 നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ റമളാൻ കഴിയുന്നു, ശവ്വാൽ ആഗതമാകുന്നു. ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്താൻ പരമാവധി ശ്രമിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാൻ പ്രവേശിച്ചാൽ അവിടുത്തെ പതിവെന്താണ്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവായിരുന്നു ഇദാ ദഖല റമളാൻ, റമളാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ, റമളാൻ എത്തിക്കഴിഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ ചെയ്യുക? അഹ്യൽ ലൈല, രാത്രി സജീവമാക്കും, ഉറക്കൊഴിക്കും, രാത്രി സജീവമാക്കും. വഅയ്ഖള അഹ്ല, അവിടുത്തെ കുടുംബത്തെ ഉണർത്തും. രാത്രി സജീവമാക്കുമെന്ന് പറഞ്ഞാൽ നിസ്കാരം കൊണ്ട് മറ്റു ആരാധനകൾ കൊണ്ട് രാത്രി സജീവമാക്കും. വഅയ്ഖള അഹ്ല, അവിടുത്തെ കുടുംബത്തെ, ഭാര്യ മക്കളെ ആരാധനകൾക്ക് വേണ്ടി വിളിച്ചുണർത്തും. വജദ്ദ, അവിടുന്ന് ആരാധനയിൽ നന്നായി പരിശ്രമിക്കും, ആരാധനയിൽ നന്നായി പരിശ്രമിക്കും, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അരയുടുപ്പും കണ്ട് മുറുക്കിയെടുക്കുമെന്ന ഹദീസിൽ കാണാം. വശദ്ദ മിഅ്സറ, അവിടുത്തെ അരയുടുപ്പ്, നമ്മൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുക എന്ന് പറയൂലേ, ആ ഒരു സ്വഭാവമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേത്. ഒരു ജീവിതത്തിൽ ഒരു തെറ്റുപോലും സംഭവിക്കാത്ത, ഒരു തെറ്റുപോലും ചിന്തിക്കാത്ത, ഒരു തെറ്റിനെ കുറിച്ച് പോലും ആലോചിക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി, അവിടുത്തെ രീതി ഈ രൂപത്തിലായിരുന്നു. പ്രത്യേകിച്ച് അവസാന 10 ലൈലത്തുൽ ഖദ്ർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന 10ആണ്. 21-ാം രാവിനോ, 23-ാം രാവിനോ, 25-ാം രാവിനോ, 27-ാം രാവിനോ, 29-ാം രാവിനോ, ഇനി അതല്ല ഇരട്ടരാവുകളിലൊക്കെ ആകാം. ലൈലത്തുൽ ഖദ്ർ ഏറ്റവും പ്രതീക്ഷിക്കപ്പെടാവുന്ന 10ആണ് അവസാന 10. ഒറ്റയിട്ട രാവുകളിൽ പ്രത്യേകമായി മഹത്വമുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്.
ലൈലത്തുൽ ഖദർ എന്നാണെന്ന് നമുക്കറിയൂല. ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് നമുക്കറിയൂല, വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടില്ല. ആ ഒരു രാവിന് 1000 രാവിനേക്കാൾ മഹത്വമാണ്, 1000 വർഷങ്ങളെക്കാൾ മഹത്വമാണ്. അത്രമേൽ മഹത്വമുള്ള രാവ് ഒറ്റ നിസ്കാരം കൊണ്ട് തന്നെ 1000 വർഷം നമ്മൾ നിസ്കരിച്ച നിസ്കാരത്തിന്റെ പ്രതിഫലം, ഒറ്റ സ്വലാത്ത് കൊണ്ട് അത്രയും കാലം നമ്മൾ സ്വലാത്ത് ചൊല്ലിയ സ്വലാത്തിന്റെ പ്രതിഫലം, ഒറ്റ ദിക്ർ കൊണ്ട്, ഒറ്റ സൽക്കർമ്മം കൊണ്ട് ഈ മഹാപ്രതിഫലം കരസ്ഥമാക്കാവുന്ന രാവ് അല്ലാഹു സുഅദാഇന്റെ ഗണത്തിൽ, അതുകൊണ്ട് വിജയിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 27-ാം രാവൊക്കെ നമ്മിലേക്ക് സമാഗതമാകാനിരിക്കുന്നു. ലൈലത്തുൽ ഖദർ 27-ാം രാവിനാണെന്ന് നിരീക്ഷിച്ച പല അയിമ്മത്തുമുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ആ സൂറത്തിൽ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സലാമുൻ ഹിയ, ആ ഹിയ എന്ന് പറയുന്ന സർവനാമം 27-ാമത്തെ പദമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 27-ാം രാവിന് ലൈലത്തുൽ ഖദർ ആകാം എന്ന് നിരീക്ഷിച്ചവരുണ്ട്. ഈ സൂറത്തിൽ 3 തവണയാണ് ലൈലത്തുൽ ഖദർ എന്നുള്ള പദമുള്ളത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ 1, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ 2, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ 3. ലൈലത്തുൽ ഖദർ എന്നുള്ള ആ പദം, അതില് 9 അക്ഷരങ്ങളാണുള്ളത്. 3 തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോ 3 × 9 27. അങ്ങനെ 27-ാം രാവാണ് ലൈലത്തുൽ ഖദർ എന്ന്, 27-ാം രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് നിരീക്ഷിച്ചവരുണ്ട്. ഏത് രാവുമാകാം. എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട്. അത് ഏതാണ് എന്ന് നമുക്കറിയൂല. അള്ളാഹുവിന്റെ ഇസ്മുൽ ആളമുണ്ട്. അതുകൊണ്ട് ദുആ ചെയ്താൽ എന്തായാലും ഉത്തരമുറപ്പാ. ആ ഇസ്മുൽ ആളം ഏതാണെന്ന് നമുക്കറിയൂല. സ്വലാത്തുൽ വുസ്ത എന്ന് പറയുന്ന പ്രത്യേകം ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമുണ്ട്. അത് ഏതാണ് എന്ന് നമുക്കറിയൂല. അത് ളുഹ്റാണോ അസ്റാണോ സുബ്ഹിയാണോ അറിയൂല. പ്രിയപ്പെട്ട ഉമ്മമാർ, അതൊക്കെ അതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യം എല്ലാ സമയവും പ്രതീക്ഷിക്കണം. ഏത് സമയോഗ. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദർ ഏത് രാവുക റമളാനിൽപ്പെട്ട എല്ലാവരും നന്നായി കഷ്ടപ്പെടണം. അതിനു വേണ്ടി കർമ്മധർമ്മങ്ങൾ, അമലുകൾ കൊണ്ട് നിരതമായ ജീവിതം നയിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാന 10 കൊണ്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം കുടുംബബന്ധത്തെക്കുറിച്ചാണ്. കുടുംബബന്ധത്തിൽ വരുന്ന ശൈഥല്യങ്ങളെ കുറിച്ചാണ്. പ്രിയപ്പെട്ട ഉമ്മമാർ, പ്രിയപ്പെട്ട സഹോദരിമാർ, എന്താണ് കുടുംബം? കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീ പുരുഷ ബന്ധത്തോടെ രൂപപ്പെടുന്ന ഒരു സംജ്ഞക്കാണ് കുടുംബം എന്ന് പറയും. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം, ലൈംഗിക ബന്ധം, അതോടുകൂടിയാണ് ഒരു കുടുംബം രൂപപ്പെട്ടു വരുന്നത്. അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും പത്നി ഹവ്വ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹത്തോടെയാണ് കുടുംബം പിറവി കൊള്ളുന്നത്. അതിന്റെ മുന്നേ മനുഷ്യ കുടുംബമില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും തമ്മിലുള്ള വിവാഹത്തോടെയാണ് കുടുംബം രൂപപ്പെടുന്നത്. കുടുംബത്തിന് ഇസ്ലാമിൽ വല്ലാത്ത മഹത്വമാണ്, പവിത്രതയാണ്, ശ്രേഷ്ഠതയാണുള്ളത്. കുടുംബബന്ധം ചേർക്കുന്നതിനെ കുറിച്ച് ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് ഹദീസുകൾ,
വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സൂഅൽ ഹിസാബ്. സൂറത്തുർ റഅദിന്റെ 21-ാമത്തെ വചനമാണ്. വല്ലദീന ഒരു വിഭാഗം, ഒരു കൂട്ടര്, യസ്ലൂന മാ അമറല്ലാഹു ബിഹി, അല്ലാഹു കൂട്ടിച്ചേർക്കാൻ പറഞ്ഞത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, അല്ലാഹു ഇണക്കി ചേർക്കാൻ, കൂട്ടിച്ചേർക്കാൻ അല്ലാഹു കൽപ്പിച്ചത് കൂട്ടിയിണക്കുന്നുണ്ട്. വയഖ്ശൗന റബ്ബഹും, അവർ റബ്ബിനെ പേടിക്കുന്നുണ്ട്. വയഖാഫൂന സൂഅൽ ഹിസാബ്, കടുത്ത വിചാരണ അവര് ഭയപ്പെടുന്നു. ഇതില് പറഞ്ഞ യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, കൂട്ടിയിണക്കപ്പെടാൻ അല്ലാഹു കൽപ്പിച്ചത് കൂട്ടിയിണക്കുന്നു എന്ന് പറഞ്ഞത് കുടുംബത്തെ കുറിച്ചാണ്. അപ്പൊ കുടുംബത്തിന് ഇസ്ലാമിൽ വല്ലാത്ത മഹത്വമാണുള്ളത്. കുടുംബം എപ്പോഴും കൂട്ടിയിണക്കേണ്ടതാണ്. കുടുംബ ബന്ധം എപ്പോഴും ചേർക്കേണ്ടതാണ്. അതിലൊരു കണ്ണിക്ക് വിള്ളലുണ്ടാകാൻ പാടില്ല, അസ്വസ്ഥതകൾ ഉണ്ടാകാൻ പാടില്ല, അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ചെറിയ രൂപത്തിൽ പോലും കലഹമുണ്ടാകാൻ പാടില്ല, ഒരു ശൈഥല്യവും കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മളെല്ലാവരും കുടുംബബന്ധം ചേർക്കുന്നവരാകണം. എല്ലാരും മൈൻഡത്താണ്, അവരിങ്ങോട്ടെങ്ങനെയാണോ, നമ്മുടെ കുടുംബക്കാരായ അവരിങ്ങോട്ടെങ്ങനെയാണോ, അവരമ്മളെ വീട്ടിൽ വരികയാണെങ്കിൽ നമ്മളവരെ വീട്ടിൽ പോകും. അവര് എങ്ങനെയാണ് നമ്മോട് പെരുമാറുന്നത്, ആ രൂപത്തിൽ നമ്മളും അവരോട് പെരുമാറും. അവര് കല്യാണത്തിന് വന്നാൽ നമ്മൾ കല്യാണത്തിന് പോകും. ഇല്ല, അവള് കല്യാണത്തിന് വന്നിട്ടില്ലെങ്കിൽ നമ്മളും കല്യാണത്തിന് പങ്കെടുക്കൂല. ഇതിനല്ല കുടുംബബന്ധം ചേർക്കുക എന്ന് പറയാ. മറിച്ച് അവര് വന്നില്ലെങ്കിലും നമ്മൾ പോകും, അവര് നമ്മെ സന്ദർശിക്കുന്നില്ലെങ്കിലും നമ്മൾ സന്ദർശിക്കും, അവര് നമ്മെ സഹായിക്കുന്നില്ലെങ്കിലും നമ്മൾ സഹായിക്കും. ഇതാണ് കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിള്ളലില്ലാത്ത, അകൽച്ചയില്ലാത്ത, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത നല്ല കുടുംബബന്ധം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബ ശൈഥല്യത്തിനും തകർച്ചയ്ക്കും നിമിത്തമാക്കുന്ന കാരണങ്ങൾ, ആ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ രോഗം നമ്മൾ മനസ്സിലാക്കി ചികിത്സിക്കാൻ എളുപ്പ. കുടുംബ ശൈഥല്യത്തിന് കാരണമാകുന്ന അസുഖങ്ങളെ, രോഗങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ചികിത്സിച്ചാൽ മതിയല്ലോ. രോഗമറിഞ്ഞാലല്ലേ ചികിത്സ ഫലപ്രദമാകുള്ളൂ. കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ എന്താണ് എന്റെ കുടുംബത്തിൽ ശൈഥല്യമുണ്ടാകാൻ, എന്താണ് എന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകാൻ കാരണം, ആ കാരണം മനസ്സിലാക്കി ചികിത്സിക്കുമ്പോൾ, പരസ്പരം ധാരണയിലെത്തുമ്പോൾ തെറ്റ് തിരുത്തി ബന്ധം ഊഷ്മളമാക്കി കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ തയ്യാറാകണം. കുടുംബത്തിൽ തകർച്ച ഉണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണം എന്താ? ആദ്യം കാരണങ്ങളെ കുറിച്ച് പറയാം, എന്നിട്ട് നമുക്ക് കുടുംബബന്ധം ചേർക്കുന്നതിന്റെ മഹത്വങ്ങളെ കുറിച്ചൊക്കെ പറയണം. അനാവശ്യമായ കോപം. ചിലർക്ക് വല്ലാത്ത കോപമുണ്ടാവും, ദേഷ്യം, പെട്ടെന്ന് ദേഷ്യം പിടിക്കും. അനാവശ്യമായ കോപം പല കുടുംബങ്ങളുടെയും ശൈഥല്യത്തിന്, പല കുടുംബങ്ങളുടെയും തകർച്ചയ്ക്ക് കളമൊരുക്കിയിട്ടുണ്ട്. വെറുതെ ഹീറ്റാവാണ്, വെറുതെ ദേഷ്യം പിടിക്കുകയാണ്, ആവശ്യത്തിന് ദേഷ്യം പിടിക്കുന്നു, അനാവശ്യത്തിനും ദേഷ്യം പിടിക്കുന്നു, എല്ലാത്തിനും ദേഷ്യം. ആവശ്യത്തിന് ദേഷ്യം പിടിക്കണം, പക്ഷേ ഇവൻ അനാവശ്യത്തിനും ദേഷ്യം പിടിക്കുക, എല്ലാത്തിനും ദേഷ്യം പിടിച്ച് കുപിതനായി പെരുമാറുന്നു. ഭാര്യ മക്കളൊക്കെ ഇദ്ദേഹത്തിന്റെ ദേഷ്യത്തിൽ നെരിഞ്ഞമരാണ്, ഷണ്ട കയറി ഹാലിളകുകയാണ്. അത് ആണാകാം, പെണ്ണാകാം. പെണ്ണാക്കുമ്പോ ഭർത്താവ്,
മക്കളാകാം, പെമ്മക്കളാകാം, ആൺമക്കളാകാം. ഇങ്ങനെ കോപാലുവായി പെരുമാറുമ്പോ ആ കുടുംബം തകരാണ്. കുടുംബത്തിൽ ഇങ്ങനെ ശണ്ടയുണ്ടാക്കുന്ന, കലഹുണ്ടാക്കുന്ന വ്യക്തികളോട് താല്പര്യം കുറയും, താല്പര്യം ഉണ്ടാകൂല. മറ്റുള്ളവരവരെ ഭീതിയോടുകൂടെ കാണുള്ളൂ, ഭീതിയോടുകൂടി അവരെ കാണുള്ളൂ. അവർ വരുമ്പോ തന്നെ വെറുപ്പാവും. എന്ത് പറഞ്ഞാലും തൊട്ടതിനും പിടിച്ചതിനൊക്കെ ചീത്ത, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ചീത്തയും കുറ്റവും കുറവും കണ്ടെത്തുന്ന ആളുകൾ ഉണ്ടാകുമ്പോ, പ്രിയപ്പെട്ട ഉമ്മമാർ, ഈ സദസ്സിൽ പങ്കെടുത്ത ഉമ്മമാര്, അവര് ഉമ്മമാരാണ്, അവര് ഭാര്യമാരാണ്, അവര് സഹോദരിമാരാണ്, അവര് മക്കളാണ്, അവര് അമ്മായിമ്മമാരാണ്, അവര് നാത്തൂന്മാരാണ്. ഇത്തരത്തിലുള്ള കുറ്റവും കുറവും കണ്ടെത്തുന്ന സ്വഭാവം, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ശണ്ടുണ്ടാക്കുന്ന സ്വഭാവം നമ്മളിലുണ്ടോ? നമ്മളെല്ലാവർക്കും വെറുപ്പാകും. ഒരാൾക്കും ഇഷ്ടമുണ്ടാകൂല, മരുവൾക്ക് ഇഷ്ടമുണ്ടാകൂല, മകൻ ഇഷ്ടമുണ്ടാകൂല, മകൾക്ക് ഇഷ്ടമുണ്ടാകൂല, ഭർത്താവിന് ഇഷ്ടമുണ്ടാകൂല, സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് ഇഷ്ടമുണ്ടാകൂല. നമ്മൾ ഏത് തരത്തിൽപ്പെട്ടവരാണെന്ന് നമ്മൾ ചിന്തിക്കണം. അതിനാ പറയുന്നത്, ഇങ്ങനെ കലി കയറുന്ന, ഇങ്ങനെ നരമ്പ് വലിഞ്ഞു മുറുകുന്ന, ഇങ്ങനെ ദേഷ്യം കയറുന്ന ഒരു സ്വഭാവം എന്നിലുണ്ടോ എന്ന് എല്ലാവരും ചിന്തിക്കുക. നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കാം. പ്രകോപിതനാകേണ്ട പല ഘട്ടങ്ങളും കുടുംബങ്ങളിൽ നിന്നുണ്ടാകും. നന്നായി ദേഷ്യം പിടിക്കേണ്ട സാഹചര്യങ്ങൾ തന്നെ ഉണ്ടാകും. പക്ഷേ അപ്പോഴും ക്ഷമയോടുകൂടി, അസ്വബുറു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാനിന്റെ പാതിയ, നന്നായി ക്ഷമിക്കുക. അല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചില്ലേ, മുത്തുനബി പറഞ്ഞില്ലേ, ആരാണ് ശക്തവാൻ? ആരാണ് ശക്തവാൻ? ശക്തിയുള്ള ആളാരാ? മുത്തുനബി പറഞ്ഞത്, മല്ലയുദ്ധത്തിൽ, ദ്വന്ദ്വയുദ്ധത്തിൽ ശത്രുവിനെ മലർത്തിയടിക്കുന്നവനല്ല ശക്തൻ. മറിച്ച് ദേഷ്യം വരുമ്പോ, കോപം വരുമ്പോ, ഈർഷ്യത വരുമ്പോ, അരിശം വരുമ്പോ കോപാലുവാകാതെ, ദേഷ്യം പെടാതെ, അരിശം തീർക്കാതെ, സഹിഷ്ണുതയോടുകൂടി, സഹനത്തോടുകൂടി, ക്ഷമയോടുകൂടി ആര് പെരുമാറുന്നോ അവനാണ് ധൈര്യവാൻ, അവനാണ് ശക്തൻ. ശക്തവാൻ അവനാണ്. മൽപിടുത്തത്തിൽ, ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല ശക്തൻ. യഥാർത്ഥ ശക്തൻ ദേഷ്യത്തെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നവനാ, കോപത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നവനാ. ആ ഒരു ശക്തി എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, പെങ്ങന്മാരെ നമ്മൾ സമാഹരിക്കണം. അത് നമ്മൾ സമാഹരിച്ചാൽ മാത്രമാണ് നമ്മുടെ കുടുംബം പുഷ്കലമാകുള്ളൂ. അല്ലാഹ് ഖുർആനിലെ വഅൻദിർ അശീറതകൽ അഖറബീൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രബോധന പ്രവർത്തനങ്ങൾ പരസ്യമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അടുത്ത കുടുംബക്കാരെ വിളിച്ചിട്ട് സ്വർഗ്ഗണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം, നരകണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവിന്റെ ദൂതനാണ് ഞാനെന്ന് വിളംബരം നടത്തണം. അവരെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കണം. ഏത് കുടുംബക്കാർ കഴുത്തിൽ കുടൽമാല ധരിപ്പിച്ചവരുണ്ട്, വല്ലാതെ പ്രയാസപ്പെടുത്തിയവരുണ്ട്. നിസ്കരിക്കുമ്പോ കുടൽമാലിട്ടവരുണ്ട്, വല്ലാതെ പ്രയാസപ്പെടുത്തിയവരുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചില്ലേ? അവരോട് ദേഷ്യപ്പെടാനല്ല, നരകക്കുണ്ടിൽ നിന്നും അവർ രക്ഷപ്പെടുത്താൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കൊക്കെ മുന്നറിയിപ്പ് നൽകി. എന്നെ ആക്രമിച്ചവരാണ്, കുടുംബത്തെ ആക്രമിച്ചവരാണ് എന്ന് പറഞ്ഞ് ആ കുടുംബക്കാരെ മാറ്റി നിർത്തിയില്ല.
അവരോടും വല്ലാത്ത സഹിഷ്ണുതയോടുകൂടി അവരൊക്കെ പാരത്രിക ലോകത്ത് ജയിക്കണം, സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന അതിയായ താല്പര്യത്തോടുകൂടി അവരെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തെക്കുറിച്ച് താക്കീത് നൽകി, സ്വർഗത്തെക്കുറിച്ച് സുവിശേഷമറിയിച്ചു. അവരെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, നരകത്തിന്റെ തീകുണ്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേണ്ടതൊക്കെ ചെയ്തു. ഈജിപ്തിൽ പിന്നീട് നിങ്ങൾ വിജയം വരിക്കുമെന്നും വിജയം നേടിയെടുത്താൽ അവിടെയുള്ള ഖീറാത്ത് എന്ന ദേശക്കാർക്ക് നന്മ ചെയ്യണം. എന്തേ ഈജിപ്തിലുള്ള ഖീറാത്ത് എന്ന ദേശക്കാർക്ക് നന്മ ചെയ്യാൻ കൽപ്പിക്കാൻ കാരണം? അവിടെ നമുക്ക് കുടുംബ ബന്ധമുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അവിടെ കുടുംബ ബന്ധമുണ്ട്. കുടുംബ ബന്ധം ചേർക്കണമെന്ന് എപ്പോഴും പഠിപ്പിക്കുന്നു. കോപല്യ, ദേഷ്യല്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവതാണ്. ഇതുപോലെ തന്നെ കുടുംബ ബന്ധത്തെ സാരമായി ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് അസൂയ. അസൂയ കുടുംബ ബന്ധത്തെ സാരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അസൂയ. ഉമ്മമാർ, സഹോദരിമാർ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണം, എനിക്ക് അസൂയ എന്നെ ബാധിച്ചിട്ടുണ്ടോ? ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കും അസൂയ. അല്ലാ എന്ത് തമ്മാടിത്വം ചെയ്യും. അസൂയ ഉണ്ടെങ്കിൽ എന്ത് തമ്മാടിത്വം ചെയ്യും. വിറകിനെ തീ തിന്നതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് ഉമ്മമാരെ. തീ വിറക് തിന്നുന്നത് എപ്രകാരമാണോ അപ്രകാരം സൽക്കർമ്മങ്ങളെ അസൂയ തിന്നുകൊണ്ടിരിക്കും. നമ്മൾ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര നോമ്പനുഷ്ഠിച്ചിട്ടും കാര്യമില്ല. കയ്യില് തസ്ബീഹ്മാല മറിച്ചിട്ട് കൗണ്ടർ അടിച്ചിട്ട് നിരന്തരം ദിക്ർ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, വിത്ർ നിസ്കരിക്കുന്നു, ളുഹാ നിസ്കരിക്കുന്നു, തറാവീഹ് നിസ്കരിക്കുന്നു, മറ്റു കർമ്മധർമ്മങ്ങളെ കൊണ്ട് പുഷ്കലമായ ധന്യമായ ജീവിതം നയിക്കുന്നു. പക്ഷേ നമ്മൾ അസൂയക്കാരാണ്. ആ അസൂയക്ക് വേണ്ടി നമ്മൾ പലതും പറയുന്നു, ചെയ്യുന്നു. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. കുടുംബ ബന്ധം പാടെ തകർന്നു പോകാൻ അസൂയ കാരണമാ. കുടുംബ ബന്ധം പാടെ തകർന്നു പോകും. നമ്മോടൊപ്പം ജീവിച്ച നമ്മുടെ ഇളച്ചി, ഭർത്താവിന്റെ അനിയന്റെ ഭാര്യ, നമ്മോടൊപ്പം ജീവിച്ച നമ്മുടെ മൂത്തച്ചി, ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ, അവർക്കൊക്കെ കുറച്ച് പണം ഉണ്ടാകുമ്പോ, അവർക്കൊക്കെ പത്രാസ് വരുമ്പോ, അവർക്ക് നല്ല വീടുണ്ടാകുമ്പോ, അവർക്ക് നല്ല വാഹനം ഉണ്ടാകുമ്പോ, അല്ലാ ചിലർക്കൊക്കെ അസൂയ മനസ്സിൽ മുളപൊട്ടുകാട്. അവര് തന്നേക്കാൾ ഉയർന്ന ജീവിത നിലവാരം കാത്തു സൂക്ഷിക്കുമ്പോ, അവര് നല്ല AC ശീതീകരിച്ച വാഹനത്തിൽ സഞ്ചരിക്കുമ്പോ, അവരെ വീട്ടില് നല്ല സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോ, സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോ, നല്ല ചുറ്റിൽ മതിൽ കെട്ടുമ്പോ, വീട്ടിന്റെ മുറ്റത്ത് ഇന്റർലോക്ക് ഇടുമ്പോ, ഒരു നില കൂടി ഉയർത്തിക്കെട്ടുമ്പോ, വീട്ടില് സാധനങ്ങൾ വാങ്ങുമ്പോ, ഫർണിച്ചർ വാങ്ങുമ്പോ ഒക്കെ നമുക്ക് അസൂയ വരുന്നുണ്ടോ? നമ്മളെ മനസ്സിനെങ്ങനെ എപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കണം. കൂടപ്പിറപ്പിനോട് അസൂയ, സഹോദരിയോട് പോലും അസൂയ. അവര് സമാധാനപൂർണമായി ജീവിതം നയിക്കുന്നത് കണ്ട്, അല്ലെങ്കിൽ വേറെ ആൾക്കാരെ സൗന്ദര്യം കണ്ടിട്ട്, സ്വീകാര്യത കണ്ടിട്ട്, ഇങ്ങനെ ചെറുതും വലുതുമായ കാരണങ്ങളാൽ അസൂയ കൽബിനെ കാർന്നു തിന്നുമ്പോ സ്നേഹത്തിന്റെ വടവൃക്ഷങ്ങൾ അടർന്നു വീഴുകയാണ്. സൗഹൃദത്തിന്റെ ശോഭ ഇരുളിന് വഴിമാറുകയാണ്. പിന്നെ തർക്കങ്ങളാ, കശപിശകളാ, വടിയും അടിയുമാണ്. കുടുംബബന്ധം തകർന്നടിയ. എന്താണ് കാരണം?
ഖൽബില് മനസ്സിൽ അള്ളിപ്പിടിച്ച അസൂയ അത് മാരകമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ നിഅമത്തിന്റെ ശത്രുക്കളാരാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത്, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയ കാര്യങ്ങളിൽ ജനങ്ങളോട് അസൂയ വെക്കുന്നവരാ. അലാ ഇന്ന ലിനിഅമിർ റജുലി ലിനിഅമില്ലാഹി അഅദാ ഖീൽ മൻ അഅദാ. ആരാണ് അല്ലാഹുവിന്റെ നിഅമത്തുകളോട് അസൂയ വെക്കുന്നവർ? الذين يحسدون الناس على ما آتاهم الله من فضله. الذين يحسدون الناس ജനങ്ങളോട് അസൂയ വെക്കുന്നവർ അലാമ ആതാഹുമുല്ലാഹു മിൻ ഫളി. അല്ലാഹു അവന്റെ ഫളലിൽ നിന്ന് നൽകിയ, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയതിന്റെ പേരിൽ ജനങ്ങളോട് അസൂയ വെക്കുന്നവർ. അല്ലദീന അവരൊരു വിഭാഗമാണ്. യഹ്സുദൂനന്നാസ് ജനങ്ങളോട് അവർ അസൂയ വെക്കുന്നു. അലാമാ ആതാഹുമുല്ലാഹ് ആ ജനങ്ങൾക്ക് അല്ലാഹു നൽകിയതിന്റെ പേരിൽ മിൻ ഫളലിഹി അവന്റെ ഔദാര്യത്തിൽ നിന്ന്. അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് ചിലർക്ക് സാമ്പത്തികമായി ഐശ്വര്യം കൊടുക്കും, അല്ലേ? ചില മക്കൾക്ക് അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കും, സൗന്ദര്യം കൊടുക്കും. അതൊക്കെ കണ്ടിട്ട് ഇവിടെ അസൂയ കുശുമ്പ് മൂക്കാണ്. സാമ്പത്തിക ഐശ്വര്യം കൊടുക്കും. അല്ലാഹ് നമുക്കൊരിക്കലും അസൂയ ഉണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അസൂയ തീ വിറക് ഭക്ഷിക്കുന്നത് പോലെ നന്മകളെ തിന്നുകളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതാ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാം എന്തിന് മറ്റുള്ളവരോട് അസൂയപ്പെടണം? അവരുടെ ഉയർച്ചയും ധനവർദ്ധനവും സ്വീകാര്യതയും എല്ലാം അല്ലാഹുവിന്റെ കരുണാകടാക്ഷമാണ്, അല്ലാഹുവിന്റെ കാരുണ്യമാണ്. അതിൽ നാം അസൂയപ്പെടുമ്പോ എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ തീരുമാനത്തിൽ നമ്മൾ അതൃപ്തി അറിയിക്കുക, അല്ലേ? നമ്മുടെ അയൽവാസിക്ക്, നമ്മുടെ ഇളച്ചിക്ക്, നമ്മുടെ മൂത്തച്ചിക്ക്, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട കുടുംബക്കാർക്കൊക്കെ ധനവർദ്ധനവുണ്ടാകുമ്പോ, നല്ല മക്കളുണ്ടാകുമ്പോ, അവരെ മക്കൾ ഫുൾ A+ നേടുമ്പോ, മദ്രസ പൊതുപരീക്ഷയിൽ ടോപ്പ്+ ആവുമ്പോ ഒക്കെ നമ്മൾ അസൂയ കാണിക്കുകയാണെങ്കിൽ അതൊക്കെ അല്ലാഹു നൽകുന്നതല്ലേ? അല്ലാഹുവിന്റെ ഔദാര്യമല്ലേ? അല്ലാഹുവിന്റെ തീരുമാനമല്ലേ? ആ തീരുമാനത്തിൽ നമ്മൾ തൃപ്തരല്ല എന്നല്ലേ അതുകൊണ്ട് വരുന്നത്? അസൂയേക്കാൾ പ്രശ്നകരമായ ഒരു തിന്മയില്ല. ഏറ്റവും വലിയ തിന്മ അസൂയയാണ്. അസൂയപ്പെടുന്നവർക്ക് 5 ശിക്ഷകൾ ലഭിക്കും. ഒരു ശിക്ഷ നിനക്കാത്ത മനക്ലേശം. അവരെ മനസ്സിന്റെ വ്യത, മനസ്സിന്റെ ചൊറിച്ചില്, മാനസികമായ പ്രയാസം, ബുദ്ധിമുട്ട് ഒരിക്കലും നിലക്കൂല. നിലക്കാത്ത മലക്ലേശം, മാനസിക ബുദ്ധിമുട്ട് അവർക്കുണ്ടാകും. കാവല് നൽകപ്പെടാത്ത മുസീബത്ത് ഉണ്ടാകും. രണ്ടാമത്തത്, ആപത്തുകൾ വരും, മുസീബത്ത് വരും, ഒരു കാവലുണ്ടാകൂല. സ്തുതിക്കപ്പെടാത്ത ആക്ഷേപിക്കപ്പെടും. റബ്ബിന്റെ കോപമുണ്ടാകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ദുനിയാവിലെ ഒരു കാര്യത്തിന്റെ പേരിലും ഒരാളോടും ഞാൻ അസൂയപ്പെട്ടിട്ടില്ല. ഈ ഒരു സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോ ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞു, കോപം, ദേഷ്യം. കുടുംബബന്ധം ശിഥിലമാകാനുള്ള ഒന്നാം കാരണം കോപം, ദേഷ്യം. രണ്ടാമത്തെ കാരണം അസൂയ. മൂന്നാമത്തെ കാരണം തെറ്റിദ്ധാരണകള്, തെറ്റായ ധാരണകള്.
അല്ലാഹു ഖുർആനിൽ പറഞ്ഞതല്ലേ, ഇന്ന ബഅദുദ്ദന്നി ഇസ്മുൻ, തീർച്ചയായും ചില ധാരണകൾ തെറ്റാണ്. ഇന്ന ബഅദുദ്ദന്നി ഇസ്മുൻ, തീർച്ചയായും ചില ധാരണകൾ തെറ്റാണ്. മനുഷ്യന്റെ വിചാരങ്ങളിൽ കുറ്റകരമായതുണ്ടെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാ. ചില ധാരണകൾ, ചില വിചാരങ്ങൾ തെറ്റാണ്. കുടുംബ തകർച്ചയുടെ അടിവേരിറക്കുന്ന മറ്റൊരു കാരണമാണ് ഈ തെറ്റിദ്ധാരണ. സ്ത്രീകളാണ് കൂടുതൽ തെറ്റിദ്ധാരണ ഉള്ളവര്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ, സത്യമെന്താണെന്ന് ഉറപ്പുവരുത്താതെ, മനസ്സിന്റെ തിന്മയുടെ കോണിലിട്ട് വാർത്തെടുക്കപ്പെടുന്ന ധാരണകൾ, ദീനങ്ങൾ ഉണ്ടാകുമ്പോ, അസുഖങ്ങൾ ഉണ്ടാകുമ്പോ എപ്പോഴും ഹോസ്പിറ്റലിൽ പോകാണ്. ഒരു കുട്ടിക്ക് പനി മാറിയാൽ മറ്റേ കുട്ടിക്ക് ഛർദി, മറ്റൊരു കുട്ടിക്ക് തലവേദന, മറ്റൊരു കുട്ടിക്ക് വയറുവേദന, വേറൊരു കുട്ടിക്ക് പല്ലുവേദന. ഹോസ്പിറ്റലിൽ വിടുന്ന അവസ്ഥയേ ഇല്ല. സാമ്പത്തിക തകർച്ച, എന്ത് ബിസിനസ് ഉണ്ടായിട്ടും ലാഭം കിട്ടുന്നില്ല. എല്ലാ ബിസിനസ്സുകളും പൊട്ടിത്തകർന്നു പോകുകയാണ്. അല്ലാ, കച്ചവടത്തിൽ ലാഭം കുറയുന്നു. വാഹനം വാങ്ങി ഓട്ടം കുറയുന്നുണ്ട്, ഓട്ടം കിട്ടുന്നില്ല. കൃഷി ഇറക്കുന്നു, വിള കുറയുന്നു. കർഷകനാണ്, കൃഷി ചെയ്യുന്നുണ്ട്, വേണ്ട രൂപത്തിൽ വിള കിട്ടുന്നില്ല. ഇങ്ങനെ കാലിടറി വീഴുമ്പോ തെറ്റിദ്ധാരണകളാണ്, സംശയങ്ങളാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ വിധിയാണ്. മക്കൾക്ക് അസുഖം വരുന്നത് അള്ളാഹുവിന്റെ വിധി. ഒരു കുട്ടിക്ക് അസുഖം മാറുമ്പോ മറ്റൊരു കുട്ടിക്ക് അസുഖം വരുന്നത് അള്ളാന്റെ വിധിയാ. കച്ചവടത്തിൽ ഈ സമയത്ത് ലാഭമില്ലാത്തത് അള്ളാഹുവിന്റെ വിധിയാ. വാഹനത്തിന് ഓട്ടം കുറയുന്നത് അള്ളാഹുവിന്റെ വിധിയാ. ഇങ്ങനെ ആ സഹോദരി സമാധാനിക്കുന്നില്ല. പറിച്ച് ഇതിനെന്തോ ഒരു കാരണമുണ്ട്. എന്റെ കുടുംബക്കാരത്തിക്ക്, എന്റെ ബന്ധക്കാരിക്ക് എന്നോട് അസൂയ നിമിത്തം എന്തോ ചെയ്തതാ, എന്തോ മാരണം ചെയ്തതാണ് എന്നാണ് അവൾ കരുതുന്നത്. അങ്ങനെ മനസ്സിൽ പല മന്ത്രങ്ങളും പിശാച് നടത്തിക്കൊടുക്കുകയാണ്. അപ്പോഴാണ് അവര് ചികിത്സാരികളടുത്തേക്ക് മണ്ടുന്നത്, ചികിത്സാരികളടുത്തേക്ക് ഓടുന്നത്. ഇന്നലെ വരെ കച്ചവടം ലാഭാണല്ലോ, ഇന്നെന്തേ നട്ടാകാൻ കാരണം? എന്റെ കുട്ടികൾക്ക് മാത്രം എന്തേ അസുഖം? യഥാർത്ഥത്തിൽ എല്ലാ വീട്ടിലും അസുഖമുണ്ട്, എല്ലാ വീടുകളിലും അസുഖമുണ്ട്. നമ്മൾ അറിയാത്തതും അറിയുന്നതുമായ അസുഖങ്ങൾ ഉണ്ടാകും. എല്ലായിടത്തും ബിസിനസ്സിന് തകർച്ച നേരിടലുണ്ട്. എല്ലാ വീട്ടിലും ഓരോ പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷേ നമ്മളുടെ മനസ്സിങ്ങനെ മന്ത്രിക്കുകയാണ്, ഇതാരോ എനിക്ക് മാരണം ചെയ്തിട്ടാ, ഇതാരോ എനിക്ക് സിഹിർ ചെയ്തിട്ടാണ്. ശൈത്താൻ നമ്മുടെ മനസ്സിൽ, വിചാരങ്ങളിൽ വിഷം ചേർത്ത് തരികയാണ്. നമ്മുടെ വീട്ടിൽ മാത്രമെന്തേ നിത്യം രോഗം, നമ്മുടെ വീട്ടിൽ മാത്രമെന്തേ നിത്യം അസുഖം? ആരോ സിഹിർ ചെയ്തിക്കണ്, ആരോ കൈവശം തന്നിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങുന്ന കറുത്തിരുണ്ട ചിന്തകൾ അവസാനം ആളെ തേടി പോകുകയാണ്, പ്രതിയെ അന്വേഷിച്ചിറങ്ങുകയാണ്. മനസ്സിൽ ചില ചിത്രങ്ങൾ നെയ്തെടുത്തിട്ടുണ്ടാകും. അവരെ പെരുമാറ്റം അത്ര ശരിയല്ലല്ലോ, അവർക്ക് നമ്മോട് കുശുമ്പിട്ട്, അവരെ സംസാരത്തിലൊരു മൊനുണ്ടായിരുന്നു. അവരിന്നാള് പറഞ്ഞപ്പോഴേ എനിക്ക് അവരെ സംശയമുണ്ട്. ആരെ സംശയം? തൊട്ടടുത്ത അയൽവാസിയെ സംശയം, തൊട്ടടുത്ത കുടുംബക്കാരനെ സംശയം, ജ്യേഷ്ഠനെ സംശയം, സഹോദരിയെ സംശയം. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ചികിത്സകരെടുത്ത് പോകുമ്പോ നമ്മുടെ ധാരണകൾക്ക് ഒരു ശക്തി കിട്ടുന്ന രൂപത്തിൽ അവരെന്തെങ്കിലും പറഞ്ഞാൽ, രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്നുള്ള രൂപത്തിലാകും. രക്തബന്ധം തകരാന് വേറെന്തെങ്കിലും വേണോ? നമ്മുടെ ബന്ധം തകരുകയാണ്. സ്വന്തം രക്തങ്ങൾ തമ്മിൽ, ഒരു വയറ്റിൽ കിടന്ന മക്കൾ തമ്മിൽ കയർക്കുകയാണ്. വിദ്വേഷങ്ങളാണ്, അടിപിടിയാണ്. ഒരിക്കലും മനസ്സിൽ നിന്ന് മായാത്ത മറയാത്ത രൂപത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുക, ചീത്ത പറയാട്. എത്ര
എത്ര കുടുംബങ്ങളാണ് അങ്ങനെ ശിഥിലമായി പോയിട്ടുള്ളത്. ചില ചികിത്സാരികൾ അങ്ങനെയാണ്, അങ്ങനൊക്കെ പറയൂര്. എല്ലാരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, ചിലരങ്ങനൊക്കെ പറയും. എന്റെ പരിചയത്തിലുള്ള ഒരു ഉസ്താദ്, ആ ഉസ്താദ് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു കോള് വരികയാണ്. എന്താണ് കോള്? അതിൽ പറയുന്നത് ഒരു ചികിത്സാരി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കുടുംബക്കാരൻ സീറ ചെയ്ത് പറഞ്ഞിക്കണ്. അപ്പൊ ഈ ചികിത്സാരിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുകയാണ്. വിശുദ്ധ റമദാനിൽ ഈ കഴിഞ്ഞ 10-ൽ ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ, ഇങ്ങനെ കുടുംബ ബന്ധം കലഹങ്ങൾ ഉണ്ടാക്കുന്ന, കുടുംബത്തിൽ ശൈഥല്യം ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മൾ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെയാണ് അറ്റമില്ലാത്ത ആർത്തി. അല്ലാ സമ്പത്തിനോട്, ധനത്തിനോട് മനുഷ്യന്റെ അഭിനിവേശം, അത് കലഹത്തിലേക്കും നാശത്തിലേക്കും കൊണ്ടെത്തിച്ച എത്രയെത്ര സംഭവങ്ങളുണ്ട്. ഒരേ ഉദരത്തിൽ, ഒരേ വയറ്റിൽ, ഒരേ പള്ളയിൽ 10 മാസത്തോളം കിടന്ന ശേഷം ഭൂമിയിലേക്ക് പിറന്നു വീണ സഹോദരന്മാർ തമ്മിലാണ് മുതലിന് വേണ്ടി, അനന്തര സ്വത്തിന് വേണ്ടി കടിപിടി കൂടുന്നത്. അവിടെ നല്ല സ്ഥലമാണ്, അതെനിക്ക് വേണം, അതിന് നീങ്ങിയിട്ടുണ്ട്, ഇങ്ങനൊക്കെ പറഞ്ഞ് സ്വന്തം സഹോദരങ്ങളും സഹോദരിമാരും തമ്മിൽ വല്ലാത്ത കലഹങ്ങൾ ഉണ്ടാകുന്നു, കൊലപാതകത്തിലേക്ക് വരെ എത്തിപ്പെടുന്നു. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയാ, ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയുള്ള തർക്കം. കൊടുവാളെടുക്കുന്നു, സഹോദരന്റെ ജീവൻ ഹനിക്കുന്നു. അല്ലാ, ഇത്രമേൽ വലിയ വിപത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്താണ്? സമ്പത്തിനോടുള്ള ആർത്തിയാണ്. അല്ലാഹു ഇതിൽ നിന്നെല്ലാം നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ കുടുംബ ബന്ധം തകരാനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നെന്താ പറഞ്ഞത്? കോപം, ദേഷ്യം, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യപ്പെടുക. ഉമ്മമാര്, സഹോദരിമാര് ശരിക്കും ശ്രദ്ധിക്കണം, ആ ഒരു സ്വഭാവം എന്നിലുണ്ടോ? ശരിക്കാലോചിക്കണം. രണ്ടാമത് നമ്മൾ പറഞ്ഞ കാരണം അസൂയ. അസൂയ വലിയ വിപത്താണ്. ഞാനത് കൂടുതൽ സമയം പറഞ്ഞത് അതിനെ കുറിച്ചാണ്. അസൂയ കണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മനസ്സ് മന്ത്രിക്കൽ എന്തൊക്കെയാ? എന്ത് തമാടിത്തവും ചെയ്യാൻ, എന്ത് വേണ്ടാത്തതും പറയാൻ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അസൂയ എന്ന വിപത്തിൽ നിന്ന് അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അസൂയ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. കുടുംബ ശൈഥല്യത്തിന്, കുടുംബത്തിന്റെ ശിഥിലീകരണത്തിന്, ബന്ധങ്ങളുടെ തകർച്ചക്ക് വലിയ കാരണമാണ് അസൂയ. മൂന്നാമത് കാരണം പറഞ്ഞത് സമ്പത്തിനോടുള്ള ആർത്തി, ദുരാ. നമ്മൾ 60-70 വർഷം മാത്രമാണ് ഇവിടെ ജീവിക്കുക. സാധാരണ പ്രായമതാണ്, അതിൽ കൂടുതൽ ജീവിക്കുന്നവരുമുണ്ട്. സാധാരണ പ്രായമത. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അമാറു ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ ഭൗതിക ലോകത്തുള്ള പ്രായം മാബൈന 60 ഔ 70, 60-ന്റെയോ 70-ന്റെയോ ഇടക്കുള്ള പ്രായമാണ്. ആ ചെറിയ നശ്വരമായ പ്രായത്തിനിടയിൽ എന്തിനാണ് ദുരാ, എന്തിനാണ് ആർത്തി? വിട്ടുവീഴ്ചയുടെ മനസ്ഥിതി നമുക്കുണ്ടായിക്കൂടെ? നമ്മളെന്താ വിട്ടുവീഴ്ച ചെയ്യാത്തത്? ചെറിയൊരു പറമ്പിന്റെ കഷ്ണത്തിന് വേണ്ടി, ചെറിയൊരു പറമ്പിന്റെ കഷ്ണത്തിന് വേണ്ടി, ചെറിയൊരു സമ്പത്തിന് വേണ്ടി, കുറഞ്ഞ സംഖ്യക്ക് വേണ്ടി, സ്വർണത്തിന് വേണ്ടി അല്ലാഹ് വലിയ രൂപത്തിൽ ശണ്ട കൂടുന്നു. ഒരിക്കലും മറക്കാത്ത, പൊറുക്കാത്ത വാക്കുകൾ പറയുന്നു. സിഹിർ ചെയ്തെന്ന് ആരോപിക്കുന്നു, കൈവശം തന്നെന്ന് ആരോപിക്കുന്നു. ഇതൊക്കെ ആരോപിക്കപ്പെടുന്നവരൊരിക്കലും മറക്കൂല സഹോദരി. അവർ എത്ര നമ്മോട് കളിച്ചാലും ചിരിച്ചാലും അവരെ മനസ്സിൽ നിന്നതൊന്നും പോയിട്ടുണ്ടാകൂല. അത്തരത്തിൽ മനസ്സിനെ മുറിപ്പെടുത്തുന്ന, മനസ്സിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കുന്ന വാക്കുകൾ, തെറ്റിദ്ധാരണയുടെ പേരിൽ, സംശയത്തിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും എഴുതിവിടാൻ പാടില്ല, പറയാൻ പാടില്ല. കുടുംബ ബന്ധം എന്നുള്ളത് എന്നും അവശേഷിക്കണം. നമ്മൾ മരിച്ചാലും നമ്മുടെ മക്കൾക്ക് നല്ല രൂപത്തിൽ ജീവിക്കണം. നമ്മൾ മരിച്ചാലും നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഇവിടെ നല്ല രൂപത്തിൽ ജീവിക്കണം. നമ്മൾ പറഞ്ഞൊരു വാക്കിന്റെ പേരിൽ
നമ്മുടെ മക്കളിൽ വിഷം കുത്തിവെക്കൊടുത്തതിന്റെ പേരിൽ, പേരക്കുട്ടികൾക്ക് വെറുപ്പുണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ, സ്വന്തം സഹോദരനോടും സഹോദരിയോടും കുടുംബക്കാരോടൊക്കെ എത്ര കാലമാണ്, പതിറ്റാണ്ടുകളാണ്, അല്ല 100 വർഷം വരെ തെറ്റി നിൽക്കേണ്ട ഒരു ദുരവസ്ഥ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. കുടുംബ ബന്ധം നമ്മൾ എപ്പോഴും ചേർക്കേണ്ടതാണ്. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم العنة ولهم سوء الدار. സൂറത്തു റാദിന്റെ 25-ാമത്തെ വചനം. ആരാണ്? الذين ينقضون عهد الله, الذين ينقضون عهد الله من بعد ميثاقه. അല്ലാഹുവിന്റെ കരാറിന് ശേഷം ആ കരാറ് ലംഘിക്കുന്നവർ, വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, അല്ലാഹു ചേർക്കപ്പെടാൻ, അല്ലാഹു കണ്ണി ചേർക്കപ്പെടാൻ കൽപ്പിച്ച കുടുംബ ബന്ധത്തെ മുറിച്ചു മാറ്റുന്നവർ, വയുഫ്സിദൂന ഫിൽ അർള്, ഭൂമുഖത്ത് ഫസാദുകൾ ഉണ്ടാക്കുന്നവർ, ഉലൈക ലഹുമുൽ അന, അവർക്കാണ് അല്ലാഹുവിന്റെ ശാപം, വലഹും സൂഉദ്ദാർ, അവർക്ക് മോശം ഭവനം നരകം. കുടുംബബന്ധം മുറിക്കുന്നവർക്ക് നരകം. സൂറത്തു റാദിന്റെ 25-ാമത്തെ ആയത്താണ്. വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, വയഖ്തഊന, അവർ മുറിക്കുന്നവരാ, മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, അല്ലാഹു ചേർക്കപ്പെടാൻ, അല്ലാഹു ചേർക്കാൻ കൽപ്പിച്ചത് മുറിക്കുന്നവർ. അല്ലാഹു ചേർക്കാൻ കൽപ്പിച്ചത് എന്താണ്? കുടുംബമാണ്. അത് മുറിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെന്താ ഉള്ളത്? അല്ലാഹുവിന്റെ അനത്ത്. അനത്ത് എന്ന് പറഞ്ഞാൽ ദൈവകോപം, ശാപം. പ്രിയപ്പെട്ട സഹോദരിമാർ, അല്ലാഹുവിന്റെ ശാപം, താപകോപത്തിന് നമ്മൾ വിധേയരാവണോ? ശരിക്ക് നമ്മൾ ആലോചിക്കണം. മാത്രല്ല, വലഹും സൂഉദ്ദാർ, അവർക്ക് നരകമാണുള്ളത്. നരകത്തിൽ നിതാന്തം വസിക്കേണ്ടി വരും. ഒരു പക്ഷേ കുഫറിന് വരെ കാരണമായി തീരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കുടുംബബന്ധം ചേർത്താൽ എന്താണ്ടാവുക? കുടുംബബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളതാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ ശാപകോപങ്ങൾ ഉണ്ടാകും, നരകത്തിൽ കടക്കേണ്ടി വരും. എന്നാൽ കുടുംബബന്ധം ചേർത്താൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാ? അല്ലാഹ് ഒന്നാമത്തെ ഗുണം സമ്പത്ത് വർദ്ധിക്കും. കുടുംബബന്ധം ചേർത്താൽ സമ്പത്ത് വർദ്ധിക്കും. നല്ല ഗുണല്ലേ? ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തിക ശേഷി, മക്കളെ പഠിപ്പിക്കാൻ ആവശ്യമായ സാമ്പത്തിക ഭദ്രത, മക്കളെ കെട്ടിച്ചയക്കാൻ ആവശ്യമായ സാമ്പത്തിക ഭദ്രത ആരുടെ കൈ നീട്ടേണ്ട അവസ്ഥയില്ല. ആ രൂപത്തിൽ സമ്പത്ത് വർദ്ധിച്ചു കിട്ടും, ആയുസ് നീണ്ടു കിട്ടും, ആയുഷ്കാലത്തിൽ ബറക്കത്തുണ്ടാകും, ആയുർ ദൈർഘ്യം ഉണ്ടാകും. കുടുംബബന്ധം ചേർത്താൽ ആയുസ് നീണ്ടു കിട്ടും, അന്നപാനീയങ്ങളിൽ വിശാലത ഉണ്ടാകും, റിസ്ഖിൽ വിശാലത, ഭക്ഷണത്തിൽ സുഭിക്ഷത, നല്ല ഭക്ഷണം കിട്ടും. അല്ലാ, അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ സ്നേഹം നേടാനാവും. അല്ലേ? നമ്മളെല്ലാരോടും നല്ല സ്നേഹത്തിൽ വർത്തിക്കുമ്പോ, നമ്മൾ കുടുംബക്കാരോടൊക്കെ സഹവർത്തിത്വത്തിലും സഹാനുഭൂതിയിലും സ്നേഹത്തിലും സ്നേഹമസൃണമായ പെരുമാറ്റങ്ങൾ നടത്തുമ്പോ അവർക്കൊക്കെ നമ്മോട് സ്നേഹമാണ്, താല്പര്യമാണ്. അതാണ് കുടുംബാംഗങ്ങളെ സ്നേഹം നേടാനാകും. എന്തൊക്കെ ഗുണങ്ങളാ! ദുർമരണങ്ങൾ തടയപ്പെടും, അപകട മരണങ്ങളിൽ നിന്ന് അല്ലാഹു കാക്കും. ഏറ്റവും വലിയ ദുർമരണം ഈമാന് കിട്ടാത്ത മരണം. അല്ലാഹ് റഹ്മാനായ റബ്ബേ, ഞങ്ങളൊക്കെ കാത്തു രക്ഷിക്കണേ. ഈമാന് കിട്ടാത്ത മരണത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണേ. ദുർമരണം തടയപ്പെടും, സ്വർഗപ്രവേശനത്തിന് കാരണമാകുമോ? എത്ര ഗുണങ്ങളാ! ഒന്നുകൂടി പറയാ. സമ്പത്തിൽ വർധനവുണ്ടാകും. കുടുംബബന്ധം ചേർക്കുന്നവരെ സമ്പത്തിൽ വർധനവുണ്ടാകും. കുടുംബബന്ധം ചേർക്കുന്നവരുടെ ആയുസ് നീണ്ടുകിട്ടും.
കുടുംബബന്ധം ചേർക്കുന്നവരുടെ അന്നപാനീയങ്ങളിൽ വിശാലത ഉണ്ടാകും. കുടുംബബന്ധം ചേർക്കുന്നവർക്ക് കുടുംബാംഗങ്ങളുടെ സ്നേഹം നേടാനാകും. കുടുംബബന്ധം ചേർക്കുന്നവർക്ക് ദുർമരണം തടയപ്പെടും. ഈമാൻ കിട്ടാതെ ചത്ത് മലക്കൂല. ഈമാൻ കിട്ടാതെ ചത്തുപോകുന്ന ദുരവസ്ഥ ഉണ്ടാകൂല. സ്വർഗപ്രവേശനത്തിന് കാരണമാകും. ഇതൊക്കെ കുടുംബബന്ധം ചേർക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന പ്രത്യേക ഗുണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, തഅല്ലമൂ, നിങ്ങൾ പഠിച്ചെടുക്കണം. നിങ്ങൾ പഠിച്ചെടുക്കണം. എവിടുന്ന് പഠിച്ചെടുക്കണം? മിൻ അൻസാബിക്കും, നിങ്ങളെ വംശങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുക്കണം. എന്താണ് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത്? മാ തസിലൂന ബിഹി അർഹാമക്കും, നിങ്ങളുടെ കുടുംബബന്ധം ചേർക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ വംശങ്ങളിൽ നിന്ന്, നിങ്ങളെ ഉപ്പാന്റെ അടുത്തുനിന്ന്, നിങ്ങളെ ഉമ്മാന്റെ അടുത്തുനിന്ന്, നിങ്ങളെ വല്യപ്പാന്റെ അടുത്തുനിന്ന്, നിങ്ങളെ വല്യമ്മാന്റെ അടുത്തുനിന്നൊക്കെ കുടുംബബന്ധം ചേർക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ പഠിച്ചെടുക്കണം. അതെന്തേ? കാരണം ഫഇന്ന സിലത്തർ റഹിമി മഹബ്ബത്തും ഫിൽ അഹ്ലി, കാരണം കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് അത് കുടുംബങ്ങളിൽ സ്നേഹത്തിന് കാരണല്ലേ. അത് നമുക്ക് തന്നെ അറിയാം. കുടുംബബന്ധം ചേർത്താൽ അവർക്കൊക്കെ നമ്മോട് വല്ലാത്ത സ്നേഹമാണ്. മസ്റാത്തും ഫിൽ മാൽ, സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. സമ്പത്ത് വർദ്ധിക്കും. മൻസഅത്തും ഫിൽ ലസർ, ആയുസ് ബന്ധിക്കപ്പെടാനുള്ള കാരണം, ആയുസ് ബന്ധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദീർഘായുസ് ഉണ്ടാകും. അപ്പൊ ഈ ഹദീസില് നിങ്ങൾ നിങ്ങളുടെ വംശങ്ങളിൽ നിന്ന് കുടുംബബന്ധം ചേർക്കാനുള്ള കാരണങ്ങൾ പഠിക്കണം. ഉത്തരവി പറയാണ് എന്തൊക്കെ നേട്ടങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, കുടുംബക്കാർക്ക് സ്നേഹം ഉണ്ടാകും, സമ്പത്തിൽ വർധനവുണ്ടാകും, അതുപോലെ തന്നെ ആയുസ് വർദ്ധിക്കും. ഈ ഹദീസിൽ 3 കാര്യങ്ങൾ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായ 10 കൊല്ലത്തോളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. എന്താ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്? സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ സറഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി ഔ യുൻസഅ ലഹു ഫീ അസരിഹി ഫലിയസിൽ റഹിമാ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പ്രിയപ്പെട്ട സഹോദരിമാർ, ശരിക്ക് ശ്രദ്ധിക്കണേ, കേൾക്കണേ. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ സറഹു, ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ആഹ്ലാദിപ്പിക്കുന്നുണ്ടെങ്കിൽ, അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, അവന്റെ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകൽ, അവന്റെ അന്നപാനീയങ്ങളിൽ വിശാലത ലഭിക്കപ്പെടൽ, ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഔ യുൻസഅ ലഹു ഫീ അസരിഹി, അല്ലെങ്കിൽ അവന്റെ ആയുസ്സിൽ വർധനവുണ്ടാകൽ. അപ്പൊ സമ്പത്തിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകൽ, അന്നപാനീയങ്ങളിൽ വിശാലത ഉണ്ടാകൽ, ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകൽ, ആയുസ് ബന്ധിക്കപ്പെടുക, ആയുർദൈർഘ്യം ഉണ്ടാകുക. ഇത് ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ട കാര്യം ഫലിയസിൽ റഹിമ, അവന് കുടുംബബന്ധം ചേർക്കട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാർ, പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങൾക്കൊക്കെ സന്തോഷല്ലേ? നല്ല വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളത്, ഭക്ഷണത്തിന് മുട്ടുണ്ടാവാതിരിക്കുക എന്നുള്ളത്, ഭക്ഷണത്തിനൊരു പ്രയാസവും നേരിടാതിരിക്കുക എന്നുള്ളത്, തീന്മേശ സുപ്ര വിശാലമാവുക എന്നുള്ളത് നിങ്ങൾക്കൊക്കെ താല്പര്യമുള്ള കാര്യല്ലേ? ആയുസ് വർദ്ധിക്കുക എന്നുള്ളത് താല്പര്യമുള്ള കാര്യല്ലേ? ഇതാരെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ, മൻ സറഹു, ആരെങ്കിലും ഈ 2 വിഷയങ്ങൾ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അവൻ ചെയ്യേണ്ട കാര്യം ഈ വിശാലതക്ക്, റിസ്ക് വിശാലമാകാൻ,
അതുപോലെ തന്നെ കുടുംബത്തിൽ ബറക്കത്തുണ്ടാകാൻ, ആയുസ്സിൽ വർധനവുണ്ടാകാൻ ചെയ്യേണ്ട കാര്യമായി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് ഫലിയസിൽ റഹിമ, കുടുംബബന്ധം ചേർക്കുക, കുടുംബബന്ധം ചേർക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു കുടുംബബന്ധം നല്ല രൂപത്തിൽ ചേർക്കാൻ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അത് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല, മറ്റൊരു ഹദീസ്, മൻ സറഹു അയ്യമുദ്ദ ലഹു ഫീ ഉംരിഹി വയുവസ്സഅ ലഹു ഫീ റിസ്ഖിഹി വയുദ്ഫഅ അൻഹു മീതത്തു സൂഇ ഫലിയത്തഖില്ലാഹ വലിയസിൽ റഹിമഹു. മൂന്ന് കാര്യങ്ങളാണ് ഈ ഹദീസിലുള്ളത്. മൻ സറഹു, ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ, അയ്യമുദ്ദ ലഹു ഫീ ഉംരിഹി, അവന്റെ ആയുസ്സിൽ വർധനവുണ്ടാകുക. അയ്യമുദ്ദ എന്ന് പറഞ്ഞാൽ നീട്ടപ്പെടുക, ഫീ ഉംരിഹി അവന്റെ ആയുഷ്കാലത്തിൽ നീട്ടപ്പെടുക, ആയുസ് വർദ്ധിക്കുക. വയുവസ്സഅ ലഹു ഫീ റിസ്ഖിഹി അവന്റെ ഭക്ഷണം വിശാലത ചെയ്യപ്പെടുക. ഒന്ന്, ആയുസ്സിൽ വർധനവുണ്ടാകുക. രണ്ട്, ഭക്ഷണം വിശാലത ചെയ്യപ്പെടുക. വയുദ്ഫഅ അൻഹു മീതത്തു സൂഅ് ദുർമരണം തടുക്കപ്പെടുക. ഈമാൻ കിട്ടാതെ ചത്ത് മലക്കുന്ന അവസ്ഥ തടുക്കപ്പെടുക. ഈ കാര്യങ്ങൾ ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ ഫൽയത്തഖില്ലാഹ്, അവൻ അല്ലാഹനെ സൂക്ഷിക്കട്ടെ. വലിയസുൽ റഹിമഹു, അവന്റെ കുടുംബ ബന്ധം അവൻ ചേർക്കട്ടെ. അവ കുടുംബബന്ധം ചേർത്താൽ ലഭിക്കുന്ന മൂന്ന് ഗുണങ്ങൾ എന്താ? ഒന്ന്, ആയുഷ്കാലത്തിൽ വർധനവ്, ആയുസ് ഏറും. രണ്ടാമത്തേത്, ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകും, വിഭവങ്ങളിൽ വിശാലത ഉണ്ടാകും. മൂന്നാമത്തേത്, ദുർമരണത്തിൽ നിന്ന് രക്ഷപ്പെടും. അല്ലേ, ഇതല്ലേ നമുക്ക് വേണ്ടത്? വേറെ എന്താ നമുക്ക് വേണ്ടത്? അല്ലാഹ് കുടുംബ ബന്ധം ചേർക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന ത്വാഅത്ത്, പല ഇബാദത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന ത്വാഅത്ത്, പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന ഇബാദത്ത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ഇന്ന അഅജല ത്വാഅത്തി സവാബൻ, പ്രതിഫലത്താൽ പെട്ടെന്ന് ലഭിക്കുന്നത്, പൊടുന്നനെ പ്രതിഫലം ലഭിക്കുന്ന അനുസരണ വിധേയത്വം ത്വാഅത്ത്, സിലത്തുർ റഹീം കുടുംബബന്ധം ചേർക്കലാ. കുടുംബബന്ധം ചേർക്കുന്നതിന്റെ പ്രതിഫലം പെട്ടെന്ന് ലഭിക്കും. ഭൗതിക ലോകത്തിൽ നിന്ന് ലഭിക്കും, പാരത്രിക ലോകത്തിൽ നിന്ന് ലഭിക്കും. ഹത്താ ഇന്ന അഹ്ലൽ ബൈത്തി ലയകൂനു ഫജറതൻ. അല്ലാഹ് എന്താ പറയുന്നത്? നമ്മൾ കുടുംബബന്ധം ചേർക്കുന്ന കുടുംബക്കാര് തെമ്മാടികളാണെങ്കിലും ദുർമാർഗികളാണെങ്കിലും കുടുംബം എന്നുള്ള പരിഗണന കൊടുക്കണം. ഹത്താ ഇന്ന അഹ്ലൽ ബൈത്തി ലയകൂനു ഫജറാ, അവര് തെമ്മാടികളാ, ദുർനടപ്പുകാരാ, നമ്മുടെ കുടുംബാണ്. നമ്മൾ അവരോട് എങ്കിലും ബന്ധപ്പെടുന്നുണ്ട്, കുടുംബാണ് എന്നുള്ള നിലക്ക്. അവര് തെമ്മാടിത്തം ചെയ്യുന്നവരാണെങ്കിലും മോശപ്പെട്ടവരാണെങ്കിലും അവരോട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അപ്പൊ ഫതൻമു അംവാലുഹും, അവരെ സമ്പത്തുകൾ വർദ്ധിക്കും, സമ്പത്ത് വർദ്ധിക്കും. വയകുസുറു അദദുഹും, എണ്ണം വർദ്ധിക്കും, മക്കളും പേരമക്കളൊക്കെ ഉണ്ടാകും. ഇദാ തവാസലൂ, ബന്ധം നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ നേട്ടങ്ങളൊക്കെ കിട്ടും. വമാ മിൻ അഹ്ലി ബൈത്തിൻ യതവാസലൂന വയഹ്താജൂൻ. എന്താ പറഞ്ഞത്? പരസ്പരം കുടുംബബന്ധം ചേർക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വിഭവങ്ങളിൽ കുറവുണ്ടാകൂല, ഭക്ഷണത്തിൽ കുറവനുഭവപ്പെടൂല, വസ്ത്രം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകൂല, മറ്റു വീട്ടിലേക്ക് ആവശ്യമുള്ള ജീവിതത്തിന് ആവശ്യമുള്ള ആവശ്യ സേവനങ്ങൾ സാധനങ്ങൾക്കൊന്നും മുട്ടനുഭവപ്പെടൂല, പ്രയാസം അനുഭവപ്പെടൂല. വമാ മിൻ അഹ്ലി ബൈത്തിൻ യതവാസലൂന വയഹ്താജൂൻ. കുടുംബബന്ധം ചേർക്കുകയും അതോടുകൂടി വിഭവങ്ങളില്ലാതിരിക്കുകയും ചെയ്യുക എന്നുള്ള അവസ്ഥ ഒരിക്കലും അഭിമുഖീകരിക്കേണ്ടി വരൂല.
ഒരിക്കലും ആ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വരൂല, ഒരിക്കലും ആ ഒരു പ്രശ്നം ഉണ്ടാകൂല. കുടുംബബന്ധം ചേർക്കുന്നവരാണോ വിഭവങ്ങൾ ഉണ്ടാകും, കുടുംബബന്ധം ചേർക്കുന്നവരാണോ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകും, കുടുംബബന്ധം ചേർക്കുന്നവരാണോ വസ്ത്രം ഉണ്ടാകും, കുടുംബബന്ധം ചേർക്കുന്നവരാണോ ആവശ്യമായതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. എത്രയും പെട്ടെന്ന് വേഗത്തിൽ സ്വീകരിക്കപ്പെടുന്ന ത്വാഅത്ത് സൽക്കർമ്മം അത് കുടുംബബന്ധം ചേർക്കലാണ്. ഇനി ജനങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠനാരാ? ജനങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠനാരാ? അന്ന റജുലൻ സഅല നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വ്യക്തി വന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, മൻ ഖൈറുൻ നാസ്. എന്താ ചോദ്യം? ചോദ്യം എന്താ? മൻ ഖൈറുൻ നാസ്, ജനങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠനാരാ? ചോദ്യം ഇതാണ്, ജനങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠനാരാ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അഫ്ഖഹുഹും ഫീ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ മതം പഠിച്ച ആളാണ്. വ ഔസലഹും ലിറഹിമി, കുടുംബബന്ധം ചേർക്കുന്നവരുമാണ്. മൻ ഖൈറുൻ നാസ്, ജനങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആള് ആരാണ്? ഖൈറായവൻ ആരാണ്? ആ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അഫ്ഖഹുഹും ഫീ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ മതം പഠിച്ചവരാ, അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുന്നവരാ. പ്രിയപ്പെട്ട ഉമ്മമാർ, ഈ കോടമ്പുഴ ദഅവാ കോളേജ് നമ്മുടെ പരിസരത്തായിട്ട് എൻ്റെ ഒരു മകനെ ഈ കോളേജിൽ വിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ടോ? നമ്മൾ ശരിക്ക് ചിന്തിക്കണം. മൻ ഖൈറുൻ നാസ് എന്ന ചോദ്യം, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാൻ ആര് എന്ന ചോദ്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ചോദിക്കപ്പെടുന്നത്. അവിടുന്നാണ് സ്വാദിഖുൽ മസ്തൂഖ്, അസത്യം പറയാത്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ മറുപടി പറയുന്നത്. അഫ്ഖഹും ഫീ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ മതം പഠിക്കുന്നവൻ. നമ്മളെ മക്കളെ മുത്തഅല്ലിമീങ്ങളാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഇതാ നിങ്ങൾ ഇരിക്കുന്ന ബിൽഡിങ്ങിൽ, ഈ കെട്ടിട സമുച്ചയത്തിൽ തന്നെ ഒരുപാട് മക്കൾ ഹാദിയ കോഴ്സ് പെൺകുട്ടികൾ പഠിക്കുന്നു, ആരിഫ കോഴ്സ് പഠിക്കുന്നു, മതഭൗതിക സമന്വയ പഠനം ഒരുപാട് വിദ്യാർത്ഥിനികൾ പഠിക്കുന്നുണ്ട്. നല്ലവണ്ണം അഡ്മിഷൻ ഉണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാർ, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ദീന് പഠിപ്പിക്കുമ്പോഴാണ് നമുക്ക് ശ്രേഷ്ഠത വരുന്നത്. ദീന് പഠിക്കുമ്പോഴാണ് നമ്മുടെ മക്കൾക്ക് ശ്രേഷ്ഠത വരുന്നത്. നമ്മുടെ ആൺമക്കള് മുതഅല്ലിമീങ്ങളാകണം, നമ്മുടെ പെൺമക്കള് ആരിഫകളാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ ഖൈറുൻ നാസ് ആരാണ്, ജനങ്ങളിൽ ശ്രേഷ്ഠവാന്മാർ ആരാണ് എന്ന ചോദ്യത്തിന്റെ മറുപടി കുടുംബബന്ധം ചേർക്കുന്നവരെന്നാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാമിൽ നിന്നൊരു റിപ്പോർട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോ മക്കയിൽ ജീവിക്കാൻ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത അവസരത്തിലാണ് മദീനയിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലായനം ചെയ്തു വരുന്നത്. അങ്ങനെ മദീനയിൽ വന്നപ്പോ ജനങ്ങളെല്ലാവരും നാനാഭാഗത്ത് നിന്ന് അട്ടദിക്കുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് സമക്ഷത്തേക്ക് ഓടിച്ചില്ലാണ്. അല്ലാഹുവിന്റെ റസൂല് വണ്ണണഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് ആഗതനായി എന്നിങ്ങനെ ഒരാള് 3 പ്രാവശ്യം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുകയാണ്. ആ ജനങ്ങളുടെ കൂട്ടത്തിൽ ഞാനും പോയി. അബ്ദുല്ലാഹി ഇബ്നു സലാം പറയാണ്, മുത്തുനബിയുടെ പ്രകാശിക്കുന്ന തിരുവദനം കണ്ടപ്പോൾ, അവിടുത്തെ ആ മുഖകമലം കണ്ടപ്പോൾ, അത് വ്യക്തമായി ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് നുണ പറയുന്ന ആളല്ല, ഇത് പൊളി പറയുന്ന ആളല്ല, ഇത് അസത്യം പറയുന്ന ആളല്ല. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തെ ഞാൻ മനസ്സിലാക്കി. അവിടുന്ന് അന്ന് ആദ്യമായി സംസാരിച്ചത്, സലാം പറയല് നിങ്ങൾ വ്യാപിപ്പിക്കുക, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം പറയല് വ്യാപിപ്പിക്കുക
നിങ്ങൾ ഭക്ഷണം നൽകണം. പാവപ്പെട്ട ആളുകൾക്ക്, ഭക്ഷണമില്ലാത്തവർക്ക്, പ്രയാസപ്പെടുന്നവർക്ക് ഭക്ഷണം നൽകണം. ഒന്നാമതായി പറഞ്ഞത് നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം. രണ്ടാമതായി പറഞ്ഞത് നിങ്ങൾ ഭക്ഷണം നൽകണം. മൂന്നാമതായി പറഞ്ഞത് നിങ്ങൾ ചാർച്ച ചേർക്കണം, കുടുംബബന്ധം ചേർക്കണം. ചാർച്ച എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം. നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം. പിന്നെയോ ജനങ്ങളൊക്കെ രാത്രിയുടെ നിശീതനയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ, നിദ്രയിലാകുമ്പോ, സുഖിച്ച് മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്ന അവസരത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണേ, നിങ്ങൾ ഇബാദത്ത് ചെയ്യണേ, നിങ്ങൾ പരസ്പരം സലാം പറയണം, ഭക്ഷണം കൊടുക്കണം, കുടുംബബന്ധം ചേർക്കണം, ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കണേ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോഴും ആദ്യമായി പറഞ്ഞത് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, നിങ്ങൾ സലാം പറയണം, സലാം വ്യാപിക്കണം. മൂന്നാമതായി പറഞ്ഞിട്ടുള്ളത് കുടുംബബന്ധം ചേർക്കാനാ. ആരാണ് കുടുംബബന്ധം ചേർക്കുന്നവർക്കാണ് വാസിൽ എന്ന് പറയുക. ആരാണ് യഥാർത്ഥത്തിൽ വാസിൽ? കുടുംബബന്ധം ചേർക്കുന്നവൻ യഥാർത്ഥത്തിൽ ആരാണ്? നമ്മെ സന്ദർശിച്ചിട്ടില്ലെങ്കിലും അവരെ സന്ദർശിക്കണം, അല്ലേ? നമ്മളെ കുടുംബക്കാര് നമ്മെ സന്ദർശിക്കുന്നില്ല, കുറെ കാലായിട്ട് നമ്മെ സന്ദർശിക്കുന്നില്ല. അവർക്ക് നമ്മോട് പിണക്കാണ്, അവർക്ക് നമ്മോട് എന്തോ മനസ്സിലുണ്ട്. എന്നാലും നമ്മൾ അവരെ സന്ദർശിക്കണം. നമുക്കൊരു പ്രത്യുപകാരവും അവർ ചെയ്യുന്നില്ല, ഒരു ഗുണത്തിനും അവരെ കിട്ടുന്നില്ല, ഒരു ഗുണവും അവർ വഴി നമുക്ക് ലഭിക്കുന്നില്ല. എങ്കിലും നമ്മൾ അവരോട് ഗുണം ചെയ്യണം. അവര് നമുക്കൊരു ഉപകാരവും ചെയ്യുന്നില്ലെങ്കിലും ഉപകാരം ചെയ്യണം. അവര് ബന്ധം മുറിക്കാണ്. എപ്പോഴും ബന്ധം മുറിക്കുന്ന വാക്കുകളാ പറയുന്നത്, ബന്ധം മുറിക്കുന്ന സംസാരങ്ങളാണുള്ളത്, ബന്ധം മുറിക്കുന്ന പ്രവർത്തനങ്ങളാണുള്ളത്. എങ്കിലും നമ്മൾ ബന്ധം മുറിക്കാൻ പാടില്ല, ബന്ധം ചേർത്തു കൊണ്ടുപോകണം. ഇവർക്കാണ് വാസിൽ, കുടുംബ ബന്ധം ചേർക്കുന്നവൻ എന്ന് പറയാ, അല്ലേ? ഇപ്പൊ ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് കുടുംബബന്ധം ചേർക്കുന്നതിന്റെ മഹത്താണ്. കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നല്ല ചേർക്കാണെങ്കിൽ അങ്ങോട്ടും നല്ല പോലെ, അതല്ല ഇങ്ങോട്ട് ചിരിച്ചാൽ അങ്ങോട്ടും ചിരിക്കും, ഇങ്ങോട്ട് സലാം പറയുമെങ്കിൽ അങ്ങോട്ടും സലാം പറയും, ഇങ്ങോട്ട് സഹകരിക്കുമെങ്കിൽ അങ്ങോട്ടും സഹകരിക്കും, ഇങ്ങോട്ട് ഉപകാരം ചെയ്യുമെങ്കിൽ അങ്ങോട്ട് ഉപകാരം ചെയ്യും. ഇതല്ല, മറിച്ച് ഇങ്ങോട്ട് വന്നില്ലെങ്കിലും സന്ദർശിച്ചില്ലെങ്കിലും, ഒരു പെരുന്നാളിന് പോലും ഫോൺ വിളിച്ചില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും അങ്ങോട്ട് പോയി സന്ദർശിക്കും, സംസാരിക്കും. ഇങ്ങോട്ട് ഒരു ഉപകാരവും ചെയ്യുന്നില്ലെങ്കിലും അവർക്ക് ഉപകാരം ചെയ്യും. ഇങ്ങോട്ട് ബന്ധം മുറിച്ചാലും അങ്ങോട്ട് ബന്ധം ചേർക്കും. ഇതിനാണ് കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞിട്ടുണ്ട്. ലൈസൽ വസ്ലു അൻ തസില മൻ വസലക. ലൈസൽ വസ്ലു കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ അല്ല, അൻ തസില മൻ വസലക, നിന്നോട് കുടുംബ ബന്ധം ചേർക്കുന്നവരോട് ചേർക്കുക. അതിന് മാത്രമല്ല, അതിനല്ല കുടുംബ ബന്ധം ചേർക്കുക എന്ന് യഥാർത്ഥത്തിൽ പറയാ. നിന്നോട് നല്ല യോജിപ്പിലും സ്നേഹത്തിലും പാരസ്പര്യത്തിലും സഹകരണത്തിലും സഹാനുഭൂതിയിലും നിൽക്കുന്നവരോട് ബന്ധം ചേർക്കുക. ഇതല്ല യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കുക എന്നത്. സ്വാഭാവികമായിട്ട് അതുണ്ടാകും. ഇങ്ങോട്ട് ചിരിക്കുന്നവരോട്, ഇങ്ങോട്ട് കടം തരുന്നവരോട്, ഇങ്ങോട്ട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരോട് നമ്മൾ സ്വാഭാവികമായും നല്ല രൂപത്തിൽ പെരുമാറും. കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ അതല്ല, മറിച്ച് വലാകിന്നൽ വസുല അൻ തസില മൻ ഖതഅക. വലാകിന്നൽ വസുല, എങ്കിലും കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് അൻ തസില മൻ ഖതഅക, നിന്നോട് കുടുംബബന്ധം മുറിച്ചവനോട് ബന്ധം ചേർക്കലാ. കുടുംബബന്ധം മുറിച്ചവനോട് ബന്ധം ചേർക്കലാ. ഇതാണ് നമ്മുടെ മനസ്സിൽ അടിവരേണ്ടത്. നേരത്തെ ഒരുപാട് മഹത്വം പറഞ്ഞു. ഭക്ഷണം വിശാലത കിട്ടും, സമ്പത്ത് വർദ്ധിക്കും, ദുർമരണം തടയപ്പെടും. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളും കുടുംബബന്ധം ചേർക്കുന്നവർക്കുണ്ട് എന്ന് പറഞ്ഞു. ഈ കുടുംബബന്ധം ചേർക്കൽ ഏതാ? ഈ കുടുംബബന്ധം ചേർക്കൽ എന്താ? വലാകിന്നൽ വസുല അൻ തസില മൻ ഖതഅക, നിന്നോട് ബന്ധം മുറിച്ചവരോട് ബന്ധം ചേർക്കുക. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. എന്നാൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്.
നമ്മോട് ബന്ധം മുറിക്കുന്നു, നമ്മുടെ പറമ്പിന്റെ കച്ചവടം മുടക്കിക്കണ് നമുക്ക് ഉറപ്പാ, നമ്മുടെ മോളെ കല്യാണം മുടക്കുന്നുണ്ടെന്ന് ഉറപ്പാ, മോന്റെ കല്യാണം മുടക്കുന്നത് അവരാണെന്ന് ഉറപ്പാ. ഉറപ്പിന്റെ ആട്ടാ പറയണത്, നേരത്തെ പറഞ്ഞ തെറ്റിദ്ധാരണകളെ കുറിച്ചല്ല പറയുന്നത്. അങ്ങനൊക്കെ നമ്മോട് വളരെ പ്രകടമായി തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ ഒരുപാട് ശത്രുത വെക്കുന്നവരോട് അങ്ങോട്ട് അതൊന്നും കാണിക്കാതെ ബന്ധപ്പെടുക. അപ്പോഴാണ് കുടുംബബന്ധം ചേർക്കുന്നവർ എന്ന് പറയാ. അപ്പോഴാണ് സ്വർഗം കിട്ടുക, അപ്പോഴാണ് ദുർമരണം തടയപ്പെടുക, അപ്പോഴാണ് റിസ്കിൽ വിശാലത ഉണ്ടാകുക, അപ്പോഴാണ് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലൈസൽ വസ്ലു അൻ തസില ബിൽ മുകാഫി. കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഉപകാരം ചെയ്യുന്നവരോർക്ക് ഉപകാരം ചെയ്യുക എന്നല്ല. അത് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ചെയ്യുന്നതാണ്. വലാകിന്നൽ വാസിൽ അല്ലദീ ഇദാ ഖുതിഅത് റഹിമുഹു വസലഹാ. കുടുംബബന്ധം മുറിക്കപ്പെട്ടാൽ ഇങ്ങോട്ട് പൂരാ തെറി പറയാൻ, കേട്ടാൽ അറക്കുന്ന അസഭ്യം പറയാണ്, ചെവി പൊത്തി പിടിക്കേണ്ട ദുരവസ്ഥയാണ്. ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്യാണ്, ബുദ്ധിമുട്ടുകൾ ചെയ്യാണ്. അവരോട് ബന്ധം ചേർക്കുക, അതിനാണ് യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുക എന്ന് പറയാ. അവിശ്വാസിയാണെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത ആളാണെങ്കിലും നമ്മൾ കുടുംബബന്ധം ചേർക്കണം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ അസ്മാ റളിയല്ലാഹു അൻഹ, അവര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളുണ്ട് അസ്മാ ബിൻത് അബീബക്കർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. അവര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, ഖദിമത്ത് അലയ്യ ഉമ്മീ. മുത്തുനബിയെ, എന്റെ ഉമ്മ എന്റെ അടുത്ത് വന്നു. വഹിയ മുശ്രികത്തുൻ. ആ ഉമ്മ ബഹുദൈവാരാധകയാ. ഇസ്ലാമിന്റെ പ്രശോഭിതമായ സുന്ദരമായ ദർശനങ്ങളും ആശയങ്ങളും സ്വീകരിക്കാത്തവരാ. ബഹുദൈവാരാധനയാണ്, ശിർക്ക് ചെയ്യുന്ന സ്ത്രീയാണ് എന്റെ ഉമ്മ. അപ്പൊ മുത്തുനബിയോട് ഞാന് ഫത്വ ചോദിക്കുകയാണ്. ഫസ്തഫൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽതു വഹിയ റാഗിബത്തുൻ അഫ അസ്ലു ഉമ്മീ. അല്ലാഹുവിന്റെ റസൂലേ, അവര് എന്നെ കൊതിച്ചു വന്നതാ, എന്നെ ആഗ്രഹിച്ചു വന്നതാ. അഫ അസ്ലു ഉമ്മീ, എന്റെ ഉമ്മയുമായി കുടുംബബന്ധം ചേർക്കേണ്ടതുണ്ടോ? എന്റെ ഉമ്മ മുശ്രിക്കത്തായ പെണ്ണാ, ബഹുദൈവാരാധകയാണ്, മുസ്ലിമല്ല, ശിർക്ക് ചെയ്യുന്നവളാ. പക്ഷേ വഹിയ റാഗിബത്തുൻ, എന്നെ കൊതിച്ച് എന്നെ താല്പര്യപ്പെട്ട്, ഞാന് മകളാണല്ലോ, ആ ഒരു താല്പര്യത്തോടു കൂടിയാണ് ആ ഉമ്മ എന്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അഫ അസ്ലു ഉമ്മീ, എന്റെ ഉമ്മയുമായി ഞാൻ കുടുംബബന്ധം ചേർക്കേണ്ടതുണ്ടോ? ഖാൽ, മുത്തുനബിയുടെ മറുപടി നഅം, അതെ. മുശ്രിക്കത്തായ പെണ്ണാണെങ്കിലും ബഹുദൈവാരാധകയാണെങ്കിലും നിന്റെ ഉമ്മയാണല്ലോ, കുടുംബബന്ധം ചേർക്കണം. സുലീ ഉമ്മക്, നിന്റെ ഉമ്മയുമായി ബന്ധം ചേർക്കണം. കുടുംബക്കാരിലേക്ക് നമ്മൾ നന്മ ചെയ്യണം. നമ്മൾ സമ്പത്ത് കൊടുക്കുകയാണെങ്കിൽ, ദാനം ചെയ്യുകയാണെങ്കിൽ അതിൽ ആർക്കാണ് പ്രാമുഖ്യം നൽകേണ്ടത്? ആർക്കാണ് പ്രാമുഖ്യം നൽകേണ്ടത്? നമ്മുടെ കുടുംബക്കാർക്ക്. പ്രിയപ്പെട്ട സഹോദരിമാര് ശ്രദ്ധിക്കണം, നമ്മളാദ്യം നൽകേണ്ടത് കുടുംബക്കാർക്കാ. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ. സൂറത്തുൻ നഹ്ലിന്റെ ആയത്തല്ലേ. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിനിഷ്ഠയോടുകൂടി പ്രവർത്തിക്കാൻ, നന്മ ചെയ്യാൻ കൽപ്പിക്കുന്നു. രണ്ടാമത്തെ കൽപ്പന എന്താണ്? വഇതാഇ ദിൽ ഖുർബാ, കുടുംബക്കാർക്ക് നൽകാനാണ്. നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ മിച്ചുള്ളത് നമ്മൾ കുടുംബക്കാർക്ക് നൽകണം. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾക്കും ഒരു മനുഷ്യനും എല്ലാ ദരിദ്രർക്കും നന്മ ചെയ്തു കൊടുക്കാൻ സാധ്യമല്ല. നമ്മുടെ നാട്ടിൽ എത്രങ്ങാനും ദരിദ്രന്മാരുണ്ട്. നമ്മുടെ ജില്ലയിൽ, നമ്മുടെ പഞ്ചായത്തിൽ എത്ര ദരിദ്രരുണ്ട്. പോട്ടെ, നമ്മുടെ വാർഡിൽ എത്ര ദരിദ്രരുണ്ട്.
നമ്മുടെ സ്റ്റേറ്റ് പോട്ടെ, ജില്ല പോട്ടെ, നമ്മുടെ ബ്ലോക്ക് പോട്ടെ, നമ്മുടെ പഞ്ചായത്ത് പോട്ടെ, നമ്മുടെ വാർഡിലുള്ള ദരിദ്രരെ പോലും ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധ്യമല്ല. അത്രങ്ങാനും പണമുള്ളവരല്ല നമ്മൾ. എല്ലാ ദരിദ്രരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നല്ല, ചിലർക്ക് ചിലരേക്കാൾ മുൻഗണന നൽകേണ്ടി വരും. പ്രാമുഖ്യം നൽകാൻ എന്തെങ്കിലും ഒരു കാരണം വേണം, അല്ലേ? ആ കാരണമാണ് കുടുംബം. എല്ലാ ദരിദ്രർക്കും കൊടുക്കാൻ നമ്മുടെ അടുത്ത് പണമില്ല. നമ്മുടെ വാർഡിലുള്ള നമ്മുടെ അയൽവാസികളിൽപ്പെട്ടവർക്ക് കൊടുക്കാൻ തന്നെ നമുക്ക് പണമില്ല. അപ്പോ എന്തെങ്കിലും ഒരു പ്രാധാന്യം നമ്മൾ കണക്കിലെടുത്താ കൊടുക്കുക. അതിന് എന്തുകൊണ്ടും അനുയോജ്യമായ പ്രാധാന്യം നൽകാൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഗുണമാണ് കുടുംബം എന്നുള്ളത്. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോ കുടുംബക്കാർക്ക് കൊടുക്കണം. ഖുർആനാ പറയുന്നത്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബാ. എന്റെ സഹോദരൻ സഹോദരി പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് കൊടുക്കുക. സഹോദരന്റെ മക്കൾ, ആങ്ങളയുടെ മക്കൾ, അല്ലെങ്കിൽ അനിയത്തിയുടെ ജേട്ടത്തിയുടെ മക്കൾ പ്രയാസമുള്ളവരുണ്ട്, അവർക്ക് കൊടുക്കുക. അതാണ് വ ഈതാഇ ദിൽ ഖുർബാ, ബന്ധം ഉടയ ആളുകൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. കുടുംബത്തിന് കൊടുത്താൽ 2 ഗുണമുണ്ട്. റമളാന്റെ അവസാനത്തെ 10ആണല്ലോ. റമളാന്റെ അവസാനത്തെ 10 ദാനധർമ്മങ്ങൾക്ക് വല്ലാത്ത മഹത്വമുള്ള 10 കൂടിയാണ്, അല്ലേ? ദാനധർമ്മങ്ങൾ ചെയ്യൽ എപ്പോഴും സുന്നത്ത്. അവസാനത്തെ 10ൽ പ്രത്യേകമായി സുന്നത്തുണ്ട്. ഇക്സാറു സ്വദഖ, ദാനധർമ്മങ്ങൾ ചെയ്യൽ എപ്പോഴും സുന്നത്താണ് സഹോദരിമാരെ. എന്നാൽ അവസാനത്തെ 10ൽ വല്ലാത്ത മഹത്വമുണ്ട്. അത് കുടുംബക്കാർക്കാകുമ്പോ അതിലേറെ മഹത്താണ്. ഈതാഇ ദിൽ ഖുർബാ, സൂറത്തുൻ നഹ്ൽ നമ്മോട് പറയുന്നത് കുടുംബ ബന്ധം ഉടയവർക്ക് കൊടുക്കാനാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന സ്വദഖത അലൽ മിസ്കീനി സ്വദഖ. ഒരു മിസ്കീന്, ഒരു ദരിദ്രന്, ഒരു അശരണന് സ്വദഖ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു സ്വദഖയാ, ഒറ്റ സ്വദഖ. ഒരു ഫക്കീർ നമ്മുടെ വീടിന്റെ പുറത്തു വന്നു, ഒരു മിസ്കീന് നമ്മുടെ വീടിന്റെ പുറത്തു വന്നു, നാം അവര് വെറും കൈയോടുകൂടി പറഞ്ഞേക്കാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കണം. അത് സ്വദഖയാ, അത് ഒറ്റ സ്വദഖ. എന്നാൽ എന്നാൽ കുടുംബ ബന്ധം ഉടയ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വദഖത്തുൻ വസിലാ, അത് 2 ഒന്ന് സ്വദഖ, ഒന്നവർക്ക് സാമ്പത്തിക സഹായം ചെയ്തു എന്നുള്ളത് സ്വദഖയുടെ പ്രതിഫലം കിട്ടും. വസിലത്തുൻ, അത് കുടുംബ ബന്ധം ചേർക്കലുമാണ്. കുടുംബ ബന്ധം ചേർക്കലുമാണ്. കുടുംബക്കാർക്ക് ദാനം ചെയ്താൽ 2 ഗുണം. ഒന്ന് സ്വദഖയുടെ പ്രതിഫലം, 2 കുടുംബ ബന്ധം ചേർക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുടുംബ ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളത് വലിയ തെറ്റാണ്. ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർളി വതുഖത്തിഉ അർഹാമകും ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ് ഫഅസമ്മഹും വഅമാ അബ്സറഹും. കുടുംബ ബന്ധം മുറിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് അവര് പാത്രമാണ്. അള്ളാഹു ബന്ധം തന്നെ മുറിച്ചു കളയും. അല്ലാഹ് പറയാണ്, അനർ റഹ്മാൻ, ഞാൻ കാരുണ്യം ചെയ്യുന്നവനാണ്, റഹ്മാനാണ്. ഞാൻ കാരുണ്യം ചെയ്യുന്നവനാണ്, റഹ്മാനാണ്. റഹ്മാൻ റഹ്മാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഭൗതിക ലോകത്ത് അല്ലാഹുവിനെ ഭയപ്പെട്ടവർക്കും വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കാരുണ്യം ചെയ്യുന്നവനാണ് റഹ്മാൻ. വല്ലാത്ത കാരുണ്യമല്ലേ അല്ലാഹുവിന്റെ കാരുണ്യം. ഈ ഭൗമിക ലോകത്ത് അല്ലാഹുവിനെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അല്ലാഹു നിരന്തരം കാരുണ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിസ്കരിക്കാത്തവർക്കും അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട്,
നോമ്പനുഷ്ഠിക്കാത്തവർക്കും അള്ളാഹു വെള്ളം കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിനെ നിഷേധിക്കുന്ന മതനിഷേധത്തിന്റെ വക്താക്കൾക്കും ശിർക്ക് ചെയ്യുന്നവർക്കും കുഫറിന്റെ ആളുകൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണവും വെള്ളവും തടയുന്നില്ല, വസ്ത്രം തടയുന്നില്ല, ജീവിത വിഭവങ്ങൾ തടയുന്നില്ല. അനർ റഹ്മാൻ, ഞാൻ കാരുണ്യവാനാണ്. വ അന ഖലഖ്തുർ റഹീം, കുടുംബത്തെ സൃഷ്ടിച്ചത് ഞാനാണ്. ഞാൻ റഹ്മാനാണ്, കുടുംബത്തെ സൃഷ്ടിച്ചത് ഞാനാണ്. വഷ്തഖഖതു ലഹാ മിൻ ഇസ്മി, റഹ്മാൻ എന്ന എന്റെ നാമത്തിൽ നിന്നാണ് റഹീം, കുടുംബം എന്ന അർത്ഥത്തിലുള്ള പദം നിഷ്പന്നമായിട്ടുള്ളത്. കാരുണ്യവാൻ എന്ന അർത്ഥം വരുന്ന, ഭൗതിക ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കാരുണ്യം ചെയ്യുന്നവൻ എന്നർത്ഥം വരുന്ന റഹ്മാൻ എന്നതിൽ നിന്നാണ് കുടുംബം എന്നർത്ഥം വരുന്ന റഹീം എന്ന പദം പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫമൻ വസലഹാ വസൽതുഹു, ആരെങ്കിലും കുടുംബബന്ധം ചേർത്തിട്ടുണ്ടെങ്കിൽ ഞാനും അവനോട് ബന്ധമുള്ളവനാ. ആരെങ്കിലും കുടുംബബന്ധം ചേർത്തിട്ടുണ്ടെങ്കിൽ ഞാനും അവനോട് ബന്ധമുള്ളവനാ. വമൻ ഖതഅഹാ ബദത്തുഹു, ആരെങ്കിലും കുടുംബബന്ധം ചേർക്കുന്നില്ലെങ്കിൽ ഞാൻ അവനോട് ബന്ധം മുറിച്ചവനാ. കുടുംബബന്ധം ചേർക്കുന്നവരോട് അല്ലാഹുക്ക് ബന്ധമുണ്ട്. കുടുംബബന്ധം വിച്ഛേദിക്കുന്നവരോട് മുറിക്കുന്നവരോട് അല്ലാഹുവിനൊരു ബന്ധവുമില്ല. അല്ലാഹുവിന്റെ ബന്ധമില്ലാതെ പാരത്രിക ലോകത്തോ ഭൗതിക ലോകത്തോ നമ്മൾ രക്ഷപ്പെടുവോ? ഭൗതിക ലോകത്ത് തന്നെ നമ്മൾ നശിച്ചൊടുങ്ങും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഭൗതിക ലോകത്ത് ദുനിയാവിലും തന്നെ കുടുംബബന്ധം മുറിച്ചാൽ ശിക്ഷ കിട്ടും. മാമിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജിലല്ലാഹു തആല ലിസ്വാഹിബിഹി അൽഉഖബാ ഫിദ്ദുനിയാ മഅ മാ യദ്ഖിറു ലഹു ഫിൽ ആഖിറതി മിനൽ ബഗി വഖതിഅത്തിർ റഹീം. മാമിൻ ദംബിൻ, ഒരു ദോഷവുമില്ല. അജ്ദറു അൻ യുഅജ്ജിലല്ലാഹു തആല ലിസ്വാഹിബിഹി അൽഉഖബാ ഫിദ്ദുനിയാ, ഭൗതിക ലോകത്ത് അല്ലാഹു ശിക്ഷ പെട്ടെന്ന് കൊടുക്കുന്ന ഒരു ദോഷവുമില്ല. പെട്ടെന്ന് ശിക്ഷ ഇറക്കിക്കൊടുക്കുന്ന ദോഷം, ആ ദോഷം എന്താണ്? കുടുംബബന്ധം മുറിക്കുക എന്നുള്ളതാണ്. ദുനിയാവിൽ തന്നെ ശിക്ഷ കിട്ടും. ആഖിറത്തെ പാരത്രിക ലോകത്തേത് പിന്നെ പറയേണ്ടതില്ല. ഭൗതിക ലോകത്ത് നിന്ന് ശിക്ഷ. മാമിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജിലല്ലാഹു തആല ലിസ്വാഹിബിഹി അൽഉഖബത ഫിദ്ദുനിയാ, ഐഹിക ലോകത്ത് നിന്ന് തന്നെ ശിക്ഷ കിട്ടുന്ന വലിയ പാപമാണ് കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന അഅമാല ബനി ആദം സന്തതികളുടെ കർമ്മങ്ങൾ തുറലു കുല്ല ഖമീസ്, എല്ലാ വ്യാഴാഴ്ചയും ആ അമലുകള് വെളിവാക്കപ്പെടും. പക്ഷേ ഫലാ യുഖ്ബലു അമലു ഖാതിഇ റഹീം, കുടുംബബന്ധം മുറിക്കുന്നവരുടെ അമലുകൾ വെളിവാക്കപ്പെടൂല. ഒരു മനുഷ്യൻ ഒരാഴ്ചയിൽ ഒരു വാരത്തിൽ ചെയ്ത അമലുകൾ, നിസ്കരിച്ച നിസ്കാരങ്ങൾ, അനുഷ്ഠിച്ച നോമ്പുകൾ, ചൊല്ലിയ സ്വലാത്തുകൾ, വിക്റുകൾ എല്ലാം ഓരോ വ്യാഴാഴ്ചയും വെളിവാക്കപ്പെടുമ്പോൾ ഫലാ യുഖ്ബലു അമലു ഖാതിഇ റഹീം, കുടുംബബന്ധം വിച്ഛേദിച്ചവന്റെ അമലുകൾ വെളിവാക്കപ്പെടൂല. ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ അത് കിടന്ന് അട്ടഹസിക്കുന്ന, ആകാശത്തേക്ക് ആ അമലുകൾ കയറിപ്പോകാൻ പ്രവേശനം നിഷേധിക്കപ്പെടും, പ്രവേശനം കിട്ടൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. തുറലുൽ അഅമാലു ഫീ കുല്ലി യൗമി ഖമീസിൻ വസ്നൈൻ, എല്ലാ തിങ്കളാഴ്ചയും, വേറെ റിവായത്താണ് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും, തിങ്കളാഴ്ച രാവിലും വ്യാഴാഴ്ച രാവിലും വിശ്വാസികളുടെ അമലുകൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വെളിവാക്കപ്പെടും. ഫയഗ്ഫിറുല്ലാഹു ഫീ ദാലിക്കൽ യൗം ലികുല്ലി ഇംരിഇൻ, എല്ലാ വ്യക്തികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. എങ്ങനത്തെ വ്യക്തിയാണ്? ലാ യുശ്രികു ബില്ലാ, അവന് ശിർക്ക് ചെയ്യുന്നില്ല. ഇല്ലം റഅൻ കാനത്ത് ബൈനഹു വ ബൈന അഖീഹി ശഹ്നാ,
ശിർക്ക് ചെയ്യാത്ത എല്ലാ വ്യക്തികൾക്കും സഹോദരങ്ങൾക്കിടയിൽ കുടുംബക്കാർക്കിടയിൽ വിദ്വേഷമില്ലാത്ത വെറുപ്പില്ലാത്ത കുടുംബബന്ധം മുറിക്കാത്ത എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. കുടുംബബന്ധം മുറിക്കുന്നവർ ഒരു പാമ്പുണ്ട്, നരകത്തിൽ ഒരു പാമ്പുണ്ട്. ആ പാമ്പിന്റെ പേരെന്താണ്? ശുജാഅ്. ശുജാഅ് എന്ന പേരുള്ള ഒരു പാമ്പ്. കുടുംബക്കാരോടൊരാള് കുറച്ച് സമ്പത്ത് ചോദിച്ച്, ഒരു പണം ചോദിച്ച്, ഒരു 5000 റുപ്യ തരാണ്ടാവോ, ഒരു 10000 റുപ്യ തരാണ്ടാവോ, ഒരു 20,000 റുപ്യ ഉണ്ടാകുമോ, അല്ലെങ്കിൽ 50,000 റുപ്യ ഉണ്ടാകുമോ, അല്ലെങ്കിൽ 1,00,000 റുപ്യ ഉണ്ടാകുമോ? ആ കുടുംബക്കാരന്റെ കയ്യിൽ 1 ലക്ഷമല്ല 10 ലക്ഷം സ്റ്റോക്കാ. അവന്റെ ആവശ്യമൊന്നുമില്ല, അവന്റെ പെട്ടിയിലുണ്ട്, അവന്റെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. പക്ഷേ കൊടുക്കുന്നില്ല. ഒരു ആവശ്യമില്ലാത്ത പണാണ്. കുടുംബക്കാരനാണ് ചോദിക്കുന്നത്, മിച്ചാണ്, ബാക്കിയുള്ളതാണ്. കടാണ് ചോദിക്കുന്നത്, വെറുതെ ചോദിക്കല്ല. കൊടുക്കുന്നില്ല, പൈസ ഇല്ല എന്ന് പറയാണ്. അല്ലാ അങ്ങനെ പണം കടം കൊടുക്കുന്നില്ലെങ്കിൽ കുടുംബക്കാരൻ ചോദിച്ചിട്ട് അവനെ വെറും കൈയോടുകൂടി പറഞ്ഞയക്കുകയാണെങ്കിൽ നരകത്തിലെ ശുജാഅ് എന്ന പാമ്പുണ്ട്, ആ പാമ്പ് കൊത്തും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. കുടുംബക്കാരെ അവഗണിച്ച് വിടുന്നവർ, കുടുംബക്കാരെ പരിഗണിക്കാതിരിക്കുന്നവരെ നരകാഗ്നിയിൽ കാത്തിരിക്കുന്ന പാമ്പാണ് ശുജാഅ്. ആ പാമ്പിന്റെ കടിയേൽക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇമാം ബൈഹഖി ശുഅബുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ദീനാറിനെ തൊട്ടുദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു അവർ ദിമിഷ്കിൽ ഒരു സ്ഥലത്ത് വെച്ച് ഒരുപാട് വിഷയങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹുവിന്റെ ക്ലാസ്, ആത്മീയത മുറ്റി നിൽക്കുന്ന സദസ്സ്, ആ ക്ലാസ് കഴിയാ നേരത്തെ അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ പ്രാർത്ഥിക്കാൻ പോകാണ്, ദുആ ചെയ്യാൻ പോകാണ്. വല്ല തെറ്റുകളും സംഭവിച്ചവരുണ്ടെങ്കിൽ എല്ലാവരും അല്ലാഹുവോട് കൈമലർത്തി ദുആ ചെയ്യാൻ ഞാൻ ദുആ ചെയ്യാണ്. പക്ഷേ കുടുംബബന്ധം വിച്ഛേദിക്കുന്നവരിവിടെ ഇരിക്കരുത്. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനാ സദസ്സിൽ നിന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്, കുടുംബബന്ധം മുറിക്കുന്നവരിക്കരുത്. അതിലൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, അമ്മായിയുമായി വാപ്പാന്റെ സഹോദരിയുമായി പിണങ്ങിക്കഴിയാ. ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി അമ്മായിയുടെ അടുത്ത് പോയി പൊരുത്തപ്പെടിച്ചു, ബന്ധം ചേർത്തു. അമ്മായി ചോദിച്ചു, എന്തേ ഇത്ര പെട്ടെന്ന് എനിക്കൊരു മനംമാറ്റം? അപ്പൊ പറഞ്ഞു, ഞാൻ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു സദസ്സിലിരുന്നപ്പോ അദ്ദേഹം ഒരുപാട് മസ്അലകൾ പറഞ്ഞു, ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. അവസാനം ദുആ ചെയ്യാനിരിക്കുന്നപ്പോ പറഞ്ഞതാ, കുടുംബബന്ധം മുറിക്കുന്നവർ ഇരിക്കാൻ പറ്റൂല. അതാണ് ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ അട്ടഹസിക്കാണ് ചെയ്യവരെ കർമ്മങ്ങളൊക്കെ ഒരിക്കലും സ്വീകരിക്കപ്പെടൂല. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രാർത്ഥനാ സദസ്സിൽ പറയാറുണ്ട്, കുടുംബബന്ധം മുറിക്കുന്നവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല. അവരെ അമലുകളൊക്കെ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ കിടന്ന് അട്ടഹസിക്കുക ചെയ്യാ, ഉയർന്നു പോകൂല. നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പോറ്റിട്ട് കാര്യമില്ല, മറ്റു കർമ്മങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബബന്ധം ചേർക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മൾ പറഞ്ഞതിന്റെ ഗൗരവം എല്ലാവരും ഉൾക്കൊള്ളണം. നല്ല പക്വതയോടുകൂടി കുടുംബത്തിൽ പെരുമാറണം. ഇസ്ലാമിൽ മാത്രമാണ് കുടുംബത്തിന് ഇത്രമേൽ മഹത്വവും വിശിഷ്ടതയൊക്കെ പറയുന്നത്, ഇതര മതങ്ങളിലൊന്നും പറയുന്നില്ല. ഇസ്ലാം കുടുംബത്തിന് വലിയ പ്രാധാന്യവും പ്രാമുഖ്യം നൽകുന്നുണ്ട്. നമ്മളെ വാക്കുകൾ, നമ്മുടെ നാവ് ശ്രദ്ധിക്കണം. കൈവിട്ട കല്ല് തിരിച്ചെടുക്കാൻ പറ്റൂല, നാവ് വിട്ട വാക്ക് തിരിച്ചെടുക്കാൻ പറ്റൂല. ആ ഒരു ഉത്തമ ബോധ്യം ഓരോ ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് ഉണ്ടാകണം. കുടുംബബന്ധത്തിന്റെ
ശൈഥില്യത്തിന് കാരണമാകുന്ന കോപം, അസൂയ, ആർത്തി, അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. തെറ്റിദ്ധാരണകൾ ഉപേക്ഷിക്കണം. അല്ലാഹു ആരെങ്കിലും തെറ്റിക്കഴിയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, ഇന്ന് തന്നെ നമ്മൾ നന്നാവണം. നമ്മൾ അങ്ങോട്ട് ഫോൺ വിളിക്കണം. അപ്പോഴാണല്ലോ നമ്മോട് ബന്ധം മുറിച്ചവരോട് ബന്ധം ചേർക്കുക എന്ന് പറയാം. ഈ ക്ലാസ് അതിനൊരു നിമിത്തമാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളത്തെ സദസ്സിൽ എല്ലാ സഹോദരിമാരും വരണം. ഷെയ്ഖുന ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ഉസ്താദ് ദുആ ചെയ്യും. അവസാനം ദുആക്ക് ഉസ്താദ് എത്തും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഇത്രയും സമയം കുടുംബബന്ധത്തെക്കുറിച്ച് പറഞ്ഞത് നീ സ്വീകരിക്കണം റഹ്മാനേ. നിന്റെ കലാമായ ഖുർആൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസൊക്കെ വെച്ച് കുടുംബബന്ധം ചേർക്കുന്നതിന്റെ മഹത്വം, കുടുംബബന്ധം മുറിച്ചാൽ ഭൗതിക ലോകത്തിൽ നിന്ന് പാരത്രിക ലോകത്തിൽ നിന്നൊക്കെ അനുഭവിക്കുന്ന ശിക്ഷകൾ, ജീവിതത്തിലുണ്ടാകുന്ന ആപത്തുകൾ ഒക്കെ ഞങ്ങൾ സംസാരിച്ചു. കുടുംബബന്ധം ചേർക്കുന്നവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ, അല്ലാഹ് ഞങ്ങളൊക്കെ നല്ല കുടുംബക്കാരാക്കണം റഹ്മാനേ. ഞങ്ങൾ എല്ലാ കുടുംബക്കാരോടും നല്ല രൂപത്തിൽ പെരുമാറാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ആർത്തി, ദുരാഗ്രഹം, ഞങ്ങൾക്ക് നൽകരുത് റഹ്മാനേ. അസൂയ നൽകരുത് അല്ലാഹ്. കുശുമ്പ് നൽകരുത് റഹ്മാനേ. വഴക്കിനും വക്കാണത്തിനും വെറുപ്പിനും വിദ്വേഷത്തിനും കാരണമാകുന്ന ഒരു രൂപത്തിലുള്ള മാനസിക ദുർഗുണങ്ങളും നൽകി പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങൾ കുടുംബക്കാർ തമ്മിൽ പരസ്പര സ്നേഹം, യോജിപ്പ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. വെറുപ്പ് നൽകരുത് അല്ലാഹ്. ഞങ്ങളോടും കുടുംബക്കാർക്ക് അസൂയ നൽകരുത് റഹ്മാനേ. അസൂയ ഉണ്ടായാൽ അസൂയ വെക്കുന്നവനും അസൂയ വെക്കപ്പെടുന്നവനും വലിയ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. റഹ്മാനായ റബ്ബേ, നീ കാത്തു രക്ഷിക്കണമല്ലോ, കാവല് നൽകണം റഹ്മാനേ. പരിശുദ്ധ റമളാൻ അവസാന 10 ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമല്ലോ. റമളാൻ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന ഹതഭാഗ്യര ഗണത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. ഒരുപാട് രോഗങ്ങളുള്ളവരുണ്ട്, കൈകാലുകൾ തരിക്കലുള്ളവരുണ്ട്, മറ്റു അസുഖങ്ങൾ, ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളുള്ള സഹോദരിമാരുണ്ട്. റഹ്മാനായ റബ്ബേ, ശമനം നൽകണം റഹ്മാനേ, ശമനം നൽകണം അല്ലാഹ്. പലജാതി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർ, മാരക രോഗങ്ങളിൽ നിന്ന്, വാറാവ്യാധികളിൽ നിന്ന് ഞങ്ങളെ കാക്കണം അല്ലാഹ്. കെടുത്തിക്കളയുന്ന രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കണം റഹ്മാനേ. ഞങ്ങൾ ജീവിച്ചിരിക്കെ ഞങ്ങളെ മക്കളെ പിടിക്കുന്ന അവസ്ഥ നൽകരുത് അല്ലാഹ്. ഞങ്ങളെ മക്കളൊക്കെ നല്ല ബുദ്ധികൂർമ്മതയുള്ളവരാക്കണം റഹ്മാനേ, ഓർമ്മശേഷിയുള്ളവരാക്കണം അല്ലാഹ്. പഠന പാഠ്യേതര രംഗങ്ങളിലൊക്കെ വലിയ തികവ്, മികവ് നൽകണം റഹ്മാനേ. എല്ലാ വിഷയത്തിലും ഉയർച്ച നൽകണം അല്ലാഹ്. പരീക്ഷകൾ കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്നവരാണ്. നല്ല വിജയം നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ, നല്ല വിജയം നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. എല്ലാ നിലക്കുള്ള പുരോഗതി നൽകണം റഹ്മാനേ. ഒരു നിലക്കുള്ള തകർച്ചയും നൽകരുത് അല്ലാഹ്. ഈ സദസ്സിൽ വന്നിരിക്കുന്ന സഹോദരിമാർക്ക് ഒരുപാട് ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ടാകും. അല്ലാഹുവേ, സഫലാക്കി കൊടുക്കണം അല്ലാഹ്, സഫലാക്കി കൊടുക്കണം റഹ്മാനേ. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الديون والمظالم والنار آمين برحمتك يا أرحم الراحمين. പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാരൊക്കെ നമുക്കും